ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ഗംഭീര അതിഥിയാണ്. എല്ലാ സ്റ്റാഫിൻ്റെയും മനസ്സിലുണ്ടാവും എനിക്ക് മുതലാളിയാണെന്നല്ലേ? അതെ, എല്ലാവർക്കും ഉണ്ടാവും. വളരണം ആഗ്രഹിക്കുന്ന ഏതൊരു സ്റ്റാഫ്. ധീരുഭായ് അംബാനി, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മനുഷ്യനാണ്. ധീരുഭായ് അംബാനി വർക്ക്ഷോപ്പ് തുടങ്ങി, വിദേശത്തെ ജോലിയൊക്കെ രാജിവെച്ചു. അന്ന് പുള്ളിയുടെ അപ്പം പറഞ്ഞു, എൻ്റെ മോൻ നശിച്ചു, ഞാൻ വിദേശത്തെ ജോലിയും കളഞ്ഞു വന്ന് വർക്ക്ഷോപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞു. അയാളുടെ പേരാണ് ധീരുഭായ് അംബാനി. ഞാൻ ബിസിനസ്സുകാരനാകാൻ വേണ്ടി തന്നെയാണ് ജോലിക്ക് പോയത്, സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അന്ന് വെട്ടിപ്പുറത്തിരുന്നവർ ഇപ്പോഴാണ് വെട്ടിപ്പുറത്ത്. ആർക്ക് നല്ല തൊഴിലാളിയാകാൻ പറ്റുന്നോ അവനെ നല്ല മുതലാളിയാകാൻ പറ്റും. ഇതാണ് എൻ്റെ പോളിസി. ഹായ് എവരിവൺ, മെറിന കേരളയുടെ പുതിയ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ഗംഭീര അതിഥിയാണ്. ഒരു അക്കൗണ്ടൻ്റ് ആയി തുടങ്ങി ഇന്ന് ലോകമറിയുന്ന ഒരു ബിസിനസ്സുകാരനായി വളർന്ന നമ്മുടെ മാത്യു സർ, നമ്മുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു 1000 കോടി കമ്പനിയിലേക്ക് എത്തുക, അല്ലേ? ഒരു ഗംഭീര യാത്രയായിരിക്കും. അപ്പം ആ യാത്രയിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോണത്. സോ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മാത്യു ജോസഫ് സർ. വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. സർ, ക്ലിയർ കട്ടാണ്, വളരെ സിമ്പിൾ ഒരു ചോദ്യം. എങ്ങനെയാണ് ഈ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയത്? അതിയായ ആഗ്രഹങ്ങളിൽ നിന്നാണ് പലതും ജനിക്കുന്നത്, അല്ലേ? ട്രൂ. നമ്മുടെ ഒരു മനസ്സിൽ കിടന്ന ഉറക്കം കിട്ടാത്ത ചില സ്വപ്നങ്ങളില്ലേ, അങ്ങനത്തെ സ്വപ്നങ്ങളിൽ നിന്നാണ് എത്തിയത്. അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ സാർ നല്ലൊരു സ്വപ്നം കാണുന്ന ആളായിരുന്നു. സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ APJ പറഞ്ഞ ഒരു ഉറക്കം തരാത്ത സ്വപ്നം ഉണ്ടാവും. പിന്നെ നമ്മുടെ ജീവിത നിലവാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യം കടന്നു പോകുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്ന ചില സ്വപ്നങ്ങളുണ്ടാവും. എനിക്കും അങ്ങനെ ആകണം, അങ്ങനെ ചിലതൊക്കെ നമ്മുടെ ഉള്ളിൽ കയറിയാൽ പിന്നെ അല്ലേ ഉറക്കം വരികയെന്ന് പറഞ്ഞ മാതിരി അത്തരം ഒരു, പിന്നെ അതിനുവേണ്ടി ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കുറെ കഷ്ടപ്പെടുന്നുണ്ട്, പ്രയത്നിച്ചു. അത് ഈ സ്വപ്നം മാത്രമായിട്ട് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. സ്വപ്നത്തെ സ്വപ്നമായിട്ട് തന്നെ അങ്ങനെ നിലനിർത്തി അത് നമ്മുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ കണ്ടുവരുന്നത്, അല്ലേ? കൂടുതലും വരുന്നത്, അല്ലേ? ഭയങ്കര ഐഡിയ ഉണ്ട്, പക്ഷെ അത് പ്രാവർത്തികമാക്കണ്ട. ഐഡിയ ഉണ്ടായിട്ട് കാര്യമില്ല, പ്രാവർത്തികത്തിലേക്ക് കൊണ്ടുവരണം. ഞാൻ പലപ്പോഴും ഈ കോളേജുകളിലൊക്കെ പോകുമ്പോഴേ ഒരുപാട് സ്റ്റാർട്ടപ്പ് ഐഡിയാസുകൾ കാണും. നമ്മൾ ഇന്ന സാധനം ഇങ്ങനെ വിൽക്കാം, പക്ഷേ പലരും അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഇത് പരാജയപ്പെട്ടു പോകുന്നത്. അപ്പോൾ സാറിനോട് എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സാർ ഇത് തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു എക്സിസ്റ്റിംഗ് മോഡൽ ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഒരു ഫ്രഷ് ഫുഡിനെ ഇങ്ങനെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യുന്നു. ആ സമയത്ത് എന്തായിരുന്നു സാറിൻ്റെ ഒരു പ്രചോദനം, അല്ലെങ്കിൽ ഹൗ യു? ഞാൻ ശരിക്കും മീൻ ഇന്ത്യയിൽ മുഴുവൻ വിൽക്കുക എന്നതായിരുന്നു എൻ്റെ സ്വപ്നം. അതായിരുന്നു സ്വപ്നം. അപ്പോൾ അങ്ങനെ ആ മീൻ വിൽക്കുന്നത് എങ്ങനെ എന്ന് നോക്കിയപ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള സാധനം കടകളാണ്. എക്സ്ക്ലൂസീവ് ഷോപ്പ് ഫോർ സാധാരണ കടകൾ, ഓഫ്ലൈൻ സ്റ്റോറുകളാണ്. അപ്പോൾ ഞാനങ്ങനെ ഡൽഹി, ബാംഗ്ലൂർ, കൊച്ചി, തിരുവനന്തപുരം 4 സിറ്റികളിൽ കട തുടങ്ങാം. ഞാനും എൻ്റെ അനുജന്മാരുടെ വൈഫുമാരും ചേർന്നിട്ട് ഞങ്ങളൊരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനിയുടെ അണ്ടറിലാണ് ഇത് വരുന്നത്. അങ്ങനെ കട തുടങ്ങാമെന്ന് വെച്ച് കടയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കടയെക്കുറിച്ച് പഠിച്ചൊക്കെ വന്നപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ കട നമ്മുടെ ബുക്കോ പെൻസിലോ പേനയോ വിൽക്കുന്നത് പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ആർക്കും ഒരു കടയിൽ വൈകുന്നേരം എത്ര മിച്ചമുണ്ട് എന്ന് ആ കടയിലിരിക്കണം പറഞ്ഞതിനപ്പുറത്തേക്ക് നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതാണ് മീനിൻ്റെ ഒരു കച്ചവടം. അപ്പോൾ 16 കട തുടങ്ങാമെന്ന 16 കടയിൽ അങ്ങനെ വന്നാൽ എൻ്റെ ജീവിതം അതോടെ തീർന്നു. അങ്ങനെയാണ് ഞങ്ങൾ കട വേണ്ടെന്ന് വയ്ക്കുന്നത്. സർ ഉദ്ദേശിച്ചത് ഇതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അല്ലേ? വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഈൽഡിൻ്റെ, ഓരോ മനുഷ്യൻ വരുമ്പോഴും ഓരോരുത്തർ കസ്റ്റമർ കട്ട് പോലെ. അപ്പോൾ അതിൻ്റെ ഈൽഡ് വേറെ ആയിരിക്കും, വേസ്റ്റ് വേറെ ആയിരിക്കും. അപ്പോൾ കടയിൽ നിൽക്കുന്നവൻ ഇത്ര വില ഇനി മിച്ചം ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കൺട്രോൾ ഇല്ലായ്മ വരുമെന്നുകൊണ്ടാണ് ഞങ്ങൾ കട വേണ്ടെന്ന് വെച്ചത്. അങ്ങനെയാണ് പിന്നെ ഓൺലൈനിൽ മീൻ വിൽക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അന്നൊരു ഓൺലൈൻ കമ്പനി ഉണ്ട്, ഫ്ലിപ്കാർട്ട്. പക്ഷെ അത് ഇന്ന് കാണുന്ന ഫ്ലിപ്കാർട്ടല്ല, പുസ്തകങ്ങൾ മാത്രം വയ്ക്കുന്ന ഒരു ഷോപ്പ്, ഒരു പുസ്തക ഷോപ്പാണ്. ഞാൻ അവരെ കൊച്ചാക്കി പറഞ്ഞല്ല, അതൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. മനസ്സിലായി, 100 പുസ്തകം വാങ്ങി 10 പോയി, ബാക്കി 90 മിച്ചമുണ്ട്. അത് അത്ര ഒരു ഇൻവെൻട്രിയും ഔട്ട്വേഡൊക്കെ നല്ല കറക്റ്റാക്കി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇതിനു വേണ്ടിയുള്ള പഠനങ്ങൾ നടത്തി അങ്ങനെ ഒരു 6 മാസം നടത്തി. പിന്നെ ഒരു 8 മാസം കൊണ്ടാണ് ഞങ്ങൾ സൈറ്റ് പുറത്തിറക്കുന്നത്. അങ്ങനെയാണ് അന്ന് www.c2home.com എന്ന് പറയുന്ന സൈറ്റ് 2012 പുറത്തിറങ്ങുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഫ്രഷ് ഹോമിലേക്ക് വന്നത്. ഇപ്പോൾ ഫ്രഷ് ടു ഹോം അല്ലേ? ഇപ്പോൾ ഫ്രഷ് ടു ഹോം. അപ്പം ആ യാത്രയിൽ എല്ലാവർക്കും ഇഷ്ടം വെല്ലുവിളികൾ എന്തായിരുന്നു എന്നുള്ളത് അറിയാനായിരിക്കും. കാരണം വെച്ചാൽ സാർ പറഞ്ഞു സ്വപ്നം, അതൊരു ജനറൽ ആൻസറാണ്. എന്തായിരുന്നു ഇതിൽ സാർ ഫേസ് ചെയ്ത ഒരു വലിയൊരു ചാലഞ്ച്? എൻ്റെ ഓൺലൈൻ കമ്പനി തുടങ്ങിയപ്പോൾ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും ആദ്യത്തെ ചലഞ്ച് ജനങ്ങളോട് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ കൂടി മീൻ കിട്ടുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കില്ല. മാർക്കറ്റിംഗ് പാർട്ട് തന്നെയാണ്. അതായത് 2012 ഓർക്കണം. ഇപ്പോൾ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അത് ചിരി വരും പറയാം. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കുത്തുവോ, ഇങ്ങനെ കുത്തുവോ എന്ന് കമ്പ്യൂട്ടർ കൊണ്ടുപോകണമെന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ, 1 2 അല്ല, ആയിരക്കണക്കിന് ആൾക്കാർ ഡൽഹിയിലും ബാംഗ്ലൂരും കൊച്ചിയിലും തിരുവനന്തപുരത്തൊക്കെ.
അങ്ങനെയാണ് നമ്മൾ കസ്റ്റമറിനെ കൊണ്ടുവന്നത്. അങ്ങനെയാണ് കസ്റ്റമറിന് മീൻ കിട്ടുമെന്ന് ഒരു വിശ്വാസം പറഞ്ഞല്ലോ, കമ്പ്യൂട്ടറിൽ കൂടി മീൻ വരും. അന്ന് COD ആയിരുന്നോ? അന്ന് എല്ലാം COD ആയിരുന്നു, കംപ്ലീറ്റ് COD ആയിരുന്നു. അപ്പോൾ പിന്നെ ഇത്തിരി കൂടി വിശ്വാസം ഉണ്ടാവും ആളുകൾക്ക്. അതെ, അങ്ങനെ കസ്റ്റമർ എടുക്കുന്നുള്ളൊരു അനുഭവം കൂടി ഞാൻ പറയാം. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയ ദിവസമാണ്. ഈ തേവരയിൽ നിന്ന് ഒരാൾ എന്നെ വിളിക്കുക. അദ്ദേഹം നേവിയിൽ ഇന്ത്യയിൽ മുഴുവൻ ജോലി ചെയ്തിട്ട് ഇവിടെ വന്ന് റിട്ടയർ ചെയ്തിട്ട് തേവരയിൽ താമസിക്കുന്ന ഒരു നേവി റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ, മലയാളിയാണ്. ഒരു ദിവസം പുള്ളി, അന്ന് എൻ്റെ സൈറ്റിൽ ആകെ എൻ്റെ നമ്പർ മാത്രമേ ഉള്ളൂ, വേറെ കസ്റ്റമർ സപ്പോർട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, എടോ ഈ മീനുകൾക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അവർ തന്നെ നോക്കി ഒന്ന് സല്യൂട്ട് അടിച്ചേനെന്ന്. ഞാൻ അതെന്താ സാറേ? എടോ കമ്പ്യൂട്ടറിൽ കൂടി മീൻ കിട്ടും ഓൺലൈനെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഇത് തട്ടിപ്പാണെന്നാണ് എൻ്റെ മനസ്സിൽ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയാണ്. കാശ് ഇവിടെ കൊടുത്താൽ മതിയല്ല. ഞാനിതൊന്ന് അറിയാൻ വേണ്ടി വെറുതെ ബുക്ക് ചെയ്ത് അപ്പോൾ പറഞ്ഞാൽ തൻ്റെ ബുക്കിംഗ് വന്നു, എനിക്ക് കൺഫർമേഷൻ നമ്പർ വന്നു, എല്ലാം വന്നു. അപ്പം എൻ്റെ പ്രതീക്ഷ തന്നെ താനൊരു 50 ദിവസത്തെ കിറ്റിനകത്ത് മീനൊക്കെ ആയിട്ട് ആരെങ്കിലും ആൾ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇവിടെ ടീഷർട്ടൊക്കെ ഇട്ട് ബ്രാൻഡൊക്കെ അടിച്ച ഒരു പയ്യൻ ഒരു ചെറിയൊരു തെർമോക്കോൾ ബോക്സ് ഉണ്ടെന്ന് എനിക്ക് തന്നു. ഞാൻ ആ ബോക്സ് പൊട്ടിച്ച് നോക്കിയപ്പോഴേ മീൻ ഇത്രയും നന്നായിട്ട് വെള്ളത്തിൽ പോലും ഇരുന്നില്ല, അതുപോലെ അട്ടിങ്ങി എല്ലാം ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറയാം. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി ഉള്ള ഒരു കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന നമുക്ക് ഒരു സപ്പോർട്ട്, ചില വാക്കുകൾ നമ്മളെ ഭയങ്കരമായിട്ട് പ്രചോദിപ്പിക്കും. അതെ 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 അതെ. അപ്പം ആദ്യം ഇതിൻ്റെ ഓപ്പറേഷൻസ് തുടങ്ങിയത് എവിടെയായിരുന്നു? ലൈക്ക് ഡൽഹിയും ബാംഗ്ലൂരും കൊച്ചി തിരുവനന്തപുരം 4 സ്ഥലം ഒരുമിച്ചാണ്. അപ്പോൾ അതിൽ ഓപ്പറേഷൻസ് നടന്നിരുന്നത് കൊച്ചിയിലാണ്. കട്ടിങ്ങും പാക്കിങ്ങും എല്ലാം കൊച്ചിയിലാണ്. ഓരോ കസ്റ്റമർക്കും ഉള്ളത് അന്ന് തെർമോക്കോൾ ബോക്സിലാണ്. വിവിധ തരം അതിനൊക്കെ കുറേ സമയം എടുത്തു. അതൊക്കെ ഇത് ചലഞ്ചുകൾ പറഞ്ഞില്ലേ, അതിലന്ന് എങ്ങനെ പാക്ക് ചെയ്യും, എങ്ങനെയായിരിക്കണം കസ്റ്റമർ അടുത്ത് എത്തേണ്ടത്, മോഡലില്ല. അങ്ങനെ പഠനം നടത്തുന്ന സാധനം ഫ്രഷും ആയിരിക്കണം, വേറെ കെമിക്കലുകളും ചേർക്കാൻ പറ്റിയല്ല. അപ്പോൾ എന്തായാലും മീനൊക്കെ അങ്ങനെ സൂക്ഷിക്കുന്ന 0 to 4 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. ആ 0 to 4 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യാൻ ഐസ് മതി. പക്ഷേ ഒരു കസ്റ്റമർ അടുത്ത് എത്തണ വരെ ഈ ഐസായിട്ട് ഇരിക്കണ്ടേ. അതിന് ഞാൻ അന്ന് നോക്കിയിട്ട് ആകെയുള്ളൊരു വഴി തെർമോക്കോൾ ബോക്സുകളാണ്. അങ്ങനെയാണ് ഞാൻ ഒരു തെർമോക്കോൾ കമ്പനി പോയി അവരുടെ കൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ട പല അളവിൽ ബോക്സുകൾ ഉണ്ടാക്കിച്ച്, അപ്പോൾ അവർക്കൊരു മിനിമം ഗ്യാരണ്ടിയെ കൊടുക്കും, ഇത്ര എടുത്തോളാം, അല്ലെങ്കിൽ അവരുണ്ടാക്കിയില്ല. അതെല്ലാം കൊടുത്ത് അങ്ങനെയാണ് തെർമോക്കോൾ ബോക്സ് സെറ്റ് ചെയ്തത്. സാർ തുടങ്ങുമ്പോൾ എത്ര ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര വന്നപ്പോൾ? എൻ്റെ സൈറ്റെല്ലാം കൂടി എനിക്കൊരു 3 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപയ്ക്ക് കാണും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ 1100 കോടിയിലേക്ക് എത്തി. അങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത്. വാവ്, സല്യൂട്ട് സാർ. മീനുകൾ സല്യൂട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ സല്യൂട്ട് ചെയ്തു. ഈ ജേണിയിൽ ഒബ്വിയസ്ലി ഇത് സാറിൻ്റെ സ്വപ്നമായിരുന്നു, സാർ ഒറ്റയ്ക്കാണ് തുടങ്ങിയത്. പക്ഷേ ഞാൻ സാറിൻ്റെ കുറേ യൂട്യൂബിലും പല സ്ഥലങ്ങളിലും ഞാൻ സെർച്ച് ചെയ്തായിരുന്നു സാർ വരുന്നതിന് മുമ്പ്. ഒരു ഗംഭീര ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ കണ്ടു. ചില ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, കൂടുതൽ എനിക്ക് തോന്നുന്നു US നിന്നൊക്കെ ആളുകളുണ്ടെന്ന് തോന്നുന്നു. അപ്പം അവരിലേക്ക് എങ്ങനെയാണ് സാർ റീച്ച് ആയത്? ഇതെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇവരിലേക്കൊന്നും നമ്മൾ റീച്ച് ആകേണ്ട കാര്യമില്ല. അവർ നമ്മളെപ്പോലുള്ള ആൾക്കാർ നോക്കി ഇരിപ്പുണ്ട്, ലോകത്ത് എല്ലായിടത്തും ഇരിപ്പുണ്ട്. പൈസയായിട്ട് നമ്മളെപ്പോലെ മറ്റേ ആധാരം കൊണ്ട് പണയം വെച്ചിട്ട് 2 ലക്ഷം രൂപയായിട്ടല്ല അവരിയ്ക്കുന്നത്. $1 ട്രില്യൺ ഉള്ള കമ്പനികളൊക്കെ ഉണ്ട് ലോകത്ത്. അവർ ഈ പൈസ ആയിട്ട് ഇരിക്കും. ആരെങ്കിലും കൊടുത്തവർക്ക് ഇത് വലുതാക്കണ്ടേ, വെറുതെ ബാങ്ക് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്തരം നല്ല കമ്പനികളെ തിരക്കിയവർ ഇരിപ്പുണ്ടെന്ന്. അതുകൊണ്ട് നമ്മൾ ഷാന് കുറച്ചുകൂടി വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് കമ്പനികളൊക്കെ ആയിട്ട് കുറേ ബന്ധങ്ങളുണ്ട്, കണക്ഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും അദ്ദേഹത്തിന് പരിചയമുള്ളവരാണ് അല്ലല്ലോ. നമ്മളൊന്ന് തുടങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടുള്ള ആൾക്കാർ നമ്മളെ തിരക്കി വരും, കണക്ട് ചെയ്ത് വരും. നമ്മളിവിടുത്തെ ഫണ്ടിങ് വന്ന സ്റ്റാർട്ടപ്പുകൾ നോക്കിയാൽ അവരാരും എല്ലാവരും ഫണ്ടിട്ടവരെന്ന് അവർക്ക് ഒരു പരിചയവും കാണില്ല, അവരെ തിരക്കി വന്നവരായിരിക്കും. മീൻസ് അത്തരം നല്ല ഐഡിയയും പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിലാണെന്ന് പറയുമ്പോൾ അതിനൊരു ഡിമാൻഡ് കുറച്ച് കൂടുതലാണ്, ക്രെഡിബിലിറ്റിയും കൂടും. കാരണം ഇന്ത്യൻ മാർക്കറ്റാണ് ഏറ്റവും ലോകത്തിലെ വലിയ മാർക്കറ്റുകളൊന്നുമല്ല. അതിനകത്ത് കയറി കളിക്കുന്ന ഒരുത്തനെ എല്ലാവരും ശ്രദ്ധിക്കും. നമ്മൾ നമ്മുടെ പണി കൃത്യമായിട്ട് ചെയ്താൽ മതി, അപ്പോൾ തന്നെ ഇതൊക്കെ സംഭവിച്ചോളും അല്ലേ. പിന്നെ ഇത് ഞാൻ പറയില്ലേ, ഇപ്പോൾ ചില സ്റ്റാർട്ടപ്പുകളൊക്കെ വിസിറ്റിംഗ് കാർഡ് അടിക്കുമ്പോഴേ ചോദിക്കുന്ന ഫണ്ട് എവിടെ നിന്ന് കിട്ടുമെന്നാണ്. എന്നെ കാണാൻ തന്നെ കുറേ ആൾക്കാരുണ്ട്, എന്ത് ബിസിനസ് ചെയ്യണമെന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. ധൃതി കൂടുതലാണ് നമ്മുടെ. ഒരു കാർഡ് അടിച്ചിട്ടുണ്ട്, CEO ആണ് എന്ന് പറയും. എന്നിട്ട് എങ്ങനെയാണ് ഫണ്ട് വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫണ്ടിന് വേണ്ടി സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് കാര്യമില്ല. സ്റ്റാർട്ടപ്പ് നന്നായിട്ട് നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി തുടങ്ങുക, ഫണ്ടൊക്കെ തന്നെ വരും. സാർ പറഞ്ഞ മറ്റേ ഡാൻസിൻ്റെ കഥ, അതെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. ഞാനും പലപ്പോഴും ചിന്തിക്കുന്ന ഒരു സംഭവം, കാരണം നമ്മളെപ്പോഴും ബിസിനസ്സുകാരായിട്ട് ഡീൽ ചെയ്യുമ്പം ബിസിനസ്സുകാർ പറയുന്ന ഒരു ഡയലോഗ് ഇതാണ്, ലൈക്ക് ഇൻവെസ്റ്ററെ കിട്ടുന്നില്ല. അപ്പോൾ ആ ഇൻവെസ്റ്ററെ കിട്ടാൻ എന്താ മാർഗം എന്നുള്ളതിൻ്റെ
ഒരു 2-3 ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാറിൻ്റെ ഒരു അനുഭവത്തിൽ. ഇപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ DFC നമ്മളതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നോട് ചോദിച്ചാൽ DFC എങ്ങനെ മുട്ടിയെന്ന് ചോദിച്ചു. DFC ഞാൻ എങ്ങനെ മുട്ടാനാ, അല്ല ഷാൻ എങ്ങനെ മുട്ടാനാ, അവർ ഇങ്ങോട്ട് മുട്ടിയാലേ നമുക്ക് മുട്ടാൻ പറ്റുള്ളൂ. അമേരിക്കയുടെ സെനറ്റിൽ നമ്മുടെ പേര് പറഞ്ഞാലേ DFCക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലായി. അത്തരം ഒരു ആൾക്കാരെ നമുക്ക് പോയി മുട്ടാൻ പറ്റുമോ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരും ആയിട്ടുള്ള ബന്ധങ്ങൾ, അവർ തന്നെ ലോകത്തെ വലിയ വലിയ കമ്പനികളുണ്ട്. അങ്ങനെ ആദ്യത്തെ കുറച്ച് നല്ല ആൾക്കാരെ നമ്മളിലേക്ക് വരിക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അതാണ് ആദ്യത്തെ സാധനം. അവർ വന്നു കഴിഞ്ഞാൽ നമ്മളിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ പറയും, അവരിലൂടെ അറിയും. ഇല്ലേ, ഇൻവെസ്റ്റേഴ്സ് ഒരു വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുള്ള കമ്പനികളെല്ലാം തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങോട്ട് അങ്ങനെ വരുന്നതാണ്. ഇതല്ലാതെ നമ്മളൊന്നും ആരുടെയും പുറകെ പോയി കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നതല്ലെന്നാണ്. അങ്ങനെ വരാൻ പറ്റിയില്ല. അപ്പം നമുക്ക് കുറച്ച് പൈസ വേണം, നമ്മൾ DFCയുടെ നേരെ അങ്ങോട്ട് ചെന്ന് വെച്ചും സാറ് കുറച്ച് പൈസ വേണം ഞങ്ങൾക്ക് ഇങ്ങനെ, അവർ തരുമോ? തരൂല്ല. അതിന് അതിൻ്റേതായ വഴികളുണ്ട്, അതിൻ്റേതായ മാർഗ്ഗങ്ങളുണ്ട്. നമ്മളെ പ്രൂവ് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ എൻ്റെ പാർട്ണർ ഷാൻ 2 വർഷം ഞാൻ കഴിഞ്ഞപ്പോഴാണ് ഷാനെ ഒക്കെ ടീം എൻ്റെ അടുത്ത് വന്നത്. അതിൻ്റെ വന്നു ഫ്രഷ് ഹോമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഷാനില്ല. ഇല്ല അല്ല, ഫ്രഷ് ഹോമിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അങ്ങനെ സീറ്റ് ഹോമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇല്ല. അപ്പോൾ ആ 2 വർഷം ഞാൻ അവരുടെ വീട്ടിലും അവരുടെ മുമ്പിൽ നല്ല മീൻ കൊടുത്ത് ഓൾറെഡി ഞാൻ പ്രൂവ് ചെയ്തു സാധനം. ഷാൻ സാറിൻ്റെ കസ്റ്റമറായിരുന്നു, എൻ്റെ റെഗുലർ കസ്റ്റമറായിരുന്നു. ഷാനും ഇപ്പോഴത്തെ എൻ്റെ കോഫൗണ്ടേഴ്സ് എല്ലാവരും എൻ്റെ കസ്റ്റമറായിരുന്നു. അവരാണ് പിന്നീട് ഫൗണ്ടേഴ്സായിട്ട്. അതെ. അല്ലെങ്കിൽ നിങ്ങളുടെ ഞങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ല. എൻ്റെ സീറ്റ് ഹോം ഇടയ്ക്ക് നിന്ന് പോയപ്പോൾ മീൻ കിട്ടാതെ വന്നപ്പോഴാണ് ഷാൻ എന്നെ തിരക്ക് വരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ആദ്യമായിട്ട്. മീൻസ് നമ്മുടെ ഒരു ഐഡിയ നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചല്ലോ, അതുകൊണ്ടാണ് അവർ വന്നത്. അല്ലെങ്കിൽ ആരും വരികയല്ലോ. പ്രൂവ് ചെയ്യുക എന്ന് നിന്ന് പോയി എന്ന് പറയാൻ കാരണം എന്തായിരുന്നു? സീറ്റ് ഹോം നിന്ന് പോയത് ഞാൻ പറഞ്ഞില്ല, ഫോബ്സ് മാഗസിൻ വന്നു കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ കുറേ മാഗസിൻസും പത്രങ്ങളൊക്കെ വന്നു. അങ്ങനെ മലയാള മനോരമ എൻ്റെ ഒരു കഥയൊക്കെ അടിച്ചു വന്നു തിരുവനന്തപുരത്ത്. അന്ന് ആ റേഞ്ചിലേക്ക് സീറ്റ് ഹോം പിന്നെ എത്തിയായിരുന്നു. ഇന്ത്യയിലെ എല്ലാ പത്രങ്ങളും സീറ്റ് ഹോമിനെ കവർ ചെയ്തിട്ടുണ്ട്, മിക്കവാറും എല്ലാ ഫേമസ് പത്രങ്ങളും. അങ്ങനെ വന്നപ്പോൾ തിരുവനന്തപുരത്ത് മനോരമ വന്നു, ആൾക്കാർ ഇടിച്ചൊരു ദിവസം 11:30 ആയപ്പോൾ എൻ്റെ സീറ്റ് ഹോമിൻ്റെ കഥ തീർന്നു. 1000-ലധികം ആൾക്കാർ ഒന്നിച്ച് സൈറ്റിലേക്ക് ഇടിച്ച് കയറി, സൈറ്റ് ക്രാഷായി. ഇപ്പം ആൾക്കാരായാലും കേൾക്കുമ്പോൾ ആൾക്കാർ കുറേ 1000 പേര് വരാൻ പറ്റില്ല, പിന്നെ താൻ എന്തിനാണോ തുടങ്ങിയെന്ന് ചോദിക്കും. ഇത് 2014 ഒരു IT കണക്ഷനും ഇല്ലാത്ത, ടെക്നോളജിയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത വെറും മീൻ കച്ചവടക്കാരനെ ഞാനാണ് തുടങ്ങിയത്. അതിൻ്റേതായ എല്ലാ പോരായ്മ അതിനകത്തുണ്ട്, ഇല്ലേ? എൻ്റെ പോരായ്മ എന്താണെന്ന് എനിക്ക് അന്നും അറിയാം, ഇന്നും അറിയാം. എൻ്റെ പോരായ്മ ഇപ്പോഴും എനിക്കറിയില്ല, വാട്ട്സ് ബിഹൈൻഡ് ദ സ്ക്രീൻ, ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വശം. പക്ഷേ അതിൻ്റെ ഉള്ളൊരു താല്പര്യം കൊണ്ടാണ് നമ്മളതുകൊണ്ട് ഇതിനകത്ത് കയറ്റിയത്. അപ്പോൾ അന്ന് ഇത്രയും പോലും എനിക്ക് അറിവില്ലല്ലോ. ആ ടെക്നോളജി എനിക്ക് അറിവില്ലായ്മയിരുന്ന്, എൻ്റെ അറിവില്ലായ്മയിൽ നിന്നാണ് സീറ്റ് ഹോം പൊട്ടിപ്പോയത്. അല്ലെങ്കിൽ എനിക്ക് അതിനു മുമ്പ് തന്നെ 1000 പേര് കയറുമായിരിക്കും, അതിന് ഇന്ന സാധനങ്ങൾ കൂട്ടണമെന്നൊക്കെ പറയായിരുന്നു. അത് പറയാനുള്ള അറിവ് എനിക്കില്ലാണ്ട് പോയത് കൊണ്ടാണ് സീറ്റ് ഹോം വന്ന് പൊട്ടിപ്പോയത്. ഇത്രയും പേര് കയറിയപ്പം നിങ്ങൾക്ക് ഓർഡർ എടുക്കാൻ സൈറ്റ് ക്രാഷായി. അപ്പോൾ ആ പ്രശ്നത്തിൽ ഷാൻ ഇടപെട്ടോ? അല്ല, ആ പ്രശ്നം കഴിഞ്ഞ് ഞാൻ പിന്നെയും പോയി ഞാനൊരു എറണാകുളത്തുള്ളൊരു സോഫ്റ്റ്വെയർ കമ്പനി കൊണ്ട് ചോദിച്ചിട്ടുണ്ടാവും. പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ തുറന്നു വന്നു. പിന്നെ 100 പേര് 150 കയറുമ്പോഴേ എന്നും പ്രശ്നമായി. പിന്നെ ഈ കസ്റ്റമർ വിളിക്കുമല്ലോ, അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ഫോണിലാണ് വിളി മുഴുവൻ. നല്ല എല്ലാ കോളും പിന്നല്ലാണ്ട് ആര് ചെയ്യാൻ, എൻ്റെ നമ്പറാണ് ആ സൈറ്റ് മുകളിൽ കൊടുത്തേക്കണം. അപ്പോൾ ആൾക്കാർ വിളിക്കണം, മറുപടി പറയും. നല്ലോണം പോലെ പണിയെടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ. കസ്റ്റമർ രാത്രി 1 മണിക്കാണ് അവൻ ബുക്ക് ചെയ്യാൻ എടുക്കണമെങ്കിൽ അന്നേരം വിളിക്കും. ആ സമയത്ത് അത് നമ്മൾ ജോലിയുടെ ഭാഗമാണല്ലോ. സാധനം പൊട്ടി ഈ ആൾക്കാർ വിളിക്കാൻ നല്ലപോലെ നമ്മളോട് നല്ല രീതിയിൽ, അതായത് ഇത്രയും നല്ല മീൻ കിട്ടുന്ന അത് കളയല്ലേ, എങ്ങനെയാണ് തുടങ്ങണേ എന്ന് പറഞ്ഞ നല്ല കസ്റ്റമറും ഉണ്ട്. തനിക്ക് പണിയറിയാമല്ലോ, പിന്നെ താനെന്തിനാണ് പണിക്കിറങ്ങിയെന്ന് ചോദിച്ചവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്, എല്ലാ തരത്തിലെ ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷാൻ എന്നെ വിളിക്കുന്നത്. എന്താ ഞങ്ങൾക്ക് മീൻ തരാത്തതെന്ന് ചോദിച്ചാണ് ഷാൻ വിളിക്കുന്നത്. അപ്പോൾ ഷാനോട് ഞാനിത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിത് ഒരു ഷട്ട് ഡൗൺ ഇപ്പോൾ അനൗൺസ് ചെയ്യാണ്, ടെമ്പററി. ഞാനൊരു IT പഠിച്ച ആൾക്കാരെ നോക്കുന്നുണ്ട്, അവരെയും കൂടി കൂട്ടിയിട്ട് 2ാമത് തുടങ്ങും, അപ്പോൾ നിങ്ങൾക്ക് മീൻ തരാമെന്നാണ് ആദ്യം ഞാൻ ഷാനോട് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും വിളിച്ച് അങ്ങനെയാണ് ഷാൻ എന്നെ കാണാൻ വരുന്നതും. ആ സമയത്ത് സാറിന് എന്ത് ടേൺ ഓവറൊക്കെ ഉണ്ടായിരുന്നു ഈ സീറ്റ് ഹോമിൽ? അത്ര വലിയ ടേൺ ഓവർ എന്ന് പറയാൻ പറ്റില്ല. ഇല്ല, ഒരു എനിക്ക് 10 കോടിയൊക്കെ ഉണ്ടാവും. ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഈ 10 കോടി ടേൺ ഓവർ ചെയ്യുന്ന സമയത്തും സാറിന് ടെക്നോളജി ആയിട്ട് ടീമിലൊന്നും കംപ്ലീറ്റ് ഈ സോഫ്റ്റ്വെയർ കമ്പനിയാണ് നോക്കണം. അവർക്ക് നമ്മൾ മാസം സർവീസ് ചാർജ് കൊടുക്കുക. പക്ഷെ അവർക്ക് അത് ഡീൽ ചെയ്യാനും പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ അവർ ഒരു പക്ഷേ പ്രതീക്ഷിച്ച് കാണിയല്ല ഇങ്ങനത്തെ ഇത്രയും പെട്ടെന്നൊരു പ്രതീക്ഷിച്ച് കാണിയല്ല. പക്ഷെ അവർ നല്ലോണം ചെയ്യുന്ന ആൾക്കാർ, നല്ല കമ്പനിയാണ്. പിന്നെ എൻ്റെ എല്ലാ ഇപ്പം നിങ്ങൾ കാണുന്ന ഫ്രഷ് ഹോമിൻ്റെ ഈ സൈറ്റിൻ്റെ ഒക്കെ അടിസ്ഥാനം അവരുണ്ടാക്കിയതാണല്ലോ. അതുമെന്നാണല്ലോ ഇത് ബിൽഡ് ചെയ്ത് വന്നത്. അടിസ്ഥാനമൊക്കെ അവർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്.
അതിന് തന്നെ 8 മാസത്തോളം എടുത്ത് ഞങ്ങളെല്ലാം ചെയ്ത് പുറത്തിറങ്ങാനായിട്ട്. ഇതിങ്ങനെ നമ്മളിങ്ങനെ ഈ ഇപ്പോൾ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുന്നു, അത് പൊട്ടുന്നു. ഇപ്പോൾ ചില ആദ്യം കടകൾ തുടങ്ങുന്നു എന്ന് തോന്നുന്നു, വീണ്ടും താഴോട്ട് പോകുന്നുണ്ടാവും, വീണ്ടും സി ടു ഹോം വരുന്നു, വീണ്ടും താഴോട്ട് വരുന്നു. ഇങ്ങനെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് വരുമ്പം ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അത് ഒന്നാമത്തെ കാര്യമല്ലോ. ഏതൊരു ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ്സുകാരനാകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ, അല്ല ഒരു ബിസിനസ്സുകാരിയാകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ, ആദ്യം നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഏത് അപ്പ് ആൻഡ് ഡൗണിനെയും ഞാൻ നേരിടും എന്ന മൈൻഡ് സെറ്റിൽ എത്തിയിട്ടേ നിങ്ങൾ പണിക്കിറങ്ങാവുള്ളൂ. അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനേ പോകരുത്. നമ്മൾക്ക് ഇപ്പം ഞാനിവിടെ ഇരിക്കണം, എനിക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല കാരണങ്ങൾ കൊണ്ട് ഫ്രഷ് ടു ഹോമിനും പലതും സംഭവിക്കാം, ഇല്ലേ? നമ്മുടെ കയ്യിലല്ലോ എല്ലാ കാര്യങ്ങളും. ഇപ്പം എന്നെ വിളിച്ചിരുത്തിയ നിങ്ങൾ പോലും അല്ലേലും അയാൾ അങ്ങനെയായിരുന്നു പറയുന്നത്. അത് ഇപ്പം നമ്മൾ എത്രയോ കമ്പനികളെ കുറിച്ച് അങ്ങനെ കേൾക്കുന്നുണ്ട്, വലിയ കമ്പനികളൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ട്, അങ്ങനെ കേൾക്കും. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്, അങ്ങനെ പറയും. പക്ഷെ നമ്മൾ തീരുമാനിക്കേണ്ടത് എൻ്റെ ഏത് അപ്പ് ആൻഡ് ഡൗണും, ഏത് ഉയർച്ചയും ഏത് താഴ്ചയും ഞാൻ സമചിത്തതയോടെ നേരിടും എന്ന് ഉറപ്പുള്ളവ മാത്രമേ ബിസിനസ് ചെയ്യാൻ ഇറങ്ങാവൂ. അങ്ങനത്തെ ഒരു ഉറപ്പിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മുടെ കുടുംബമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഫ്രഷ് ഹോമിന് എന്തെങ്കിലും സംഭവിച്ചെന്ന് വെച്ചു, ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോണ അറിയാമെന്നറിയോ? ഫാമിലിനെയാണ്. ഞാൻ രാവിലെ വീണ്ടും പാനും കൊണ്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകും, അല്ലേ? എൻ്റെ സമൂഹത്തിൽ ജീവിക്കുന്ന, അല്ല എൻ്റെ നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഇപ്പോൾ ഉള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ട്, അതൊക്കെ നേരെ താഴത്തോട്ട് പോകും. ആ ഒരു സോഷ്യൽ ലൈഫൊക്കെ താഴെ പോകും. ആൾക്കാരുടെ മുമ്പിലുള്ള അവരുടെ ഒരു സ്റ്റാറ്റസ് ഒക്കെ മാറിപ്പോകും. ആളുകൾ നമ്മൾ നോക്കുമ്പോൾ ഇത് പൊട്ടിയതിൻ്റെ പേരിലാണോ നോക്കുന്നതെന്ന് നമുക്ക് തോന്നും. അവർക്ക് ഇവരെ ഫേസ് ചെയ്യാൻ ചില പറ്റാണ്ട് വരും. അങ്ങനെയുള്ള എൻ്റെ ഫാമിലിയാണ് എൻ്റെ ദോഷവശം വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ പോകണം, അല്ലേ? ഞാൻ ചിലപ്പോൾ അതിനിടെ വഴിയൊക്കെ സ്കിഡ് ചെയ്തൊക്കെ പോകും. നമുക്കങ്ങനെ പോകാൻ പറ്റും. എനിക്ക് അവിടെ ഉണ്ട്, ഇവിടെ പോകണം, ഇവിടെ അങ്ങനെയൊക്കെ സ്കിഡ് ചെയ്യാം. പക്ഷേ എൻ്റെ ഫാമിലി, പക്ഷെ ആ കുടുംബം നമ്മളോട് തുടങ്ങുന്ന സമയത്ത് പറയുവാണ് യു ഗോ എഹെഡ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ അസറ്റൊന്നും വേണ്ടാന്നില്ല. നമ്മൾ എന്ത് നോക്കാനാണ്, ഇല്ലേ? നമ്മൾ ഈ വീഴുമ്പോഴായിരിക്കും നമ്മുടെ കസിൻസും നമ്മുടെ ബന്ധമില്ലാത്തവരൊക്കെ വന്ന് അപ്പോഴേ പറഞ്ഞതാ. അത് സ്വാഭാവികം. ഇപ്പം നമ്മൾ ആരും കുറ്റം പറയണ്ട, അതെല്ലാ മനുഷ്യരും ഉള്ളൊരു സ്വാഭാവികമായിട്ട് അങ്ങനെ ഉള്ളതാണ്. ഉയർന്നു പോകുമ്പോൾ ഒരു അസൂയ, താഴ്ന്നു പോകുമ്പോൾ അസൂയം കൂടി തീർത്തു പോകാൻ, ഇതൊക്കെ എല്ലാ മനുഷ്യരും. ഞാനായാലും ചിലപ്പോൾ ചെയ്യണവനായിരിക്കും, ഞാൻ അതിലും ഉന്നതനായ മനുഷ്യനൊന്നും ആയിരിക്കില്ല. നമ്മളൊരു പീക്കിൽ നിൽക്കുന്ന സമയത്ത് പറയും എന്തോ തട്ടിപ്പുണ്ട്, അല്ലാണ്ടൊന്നും ഇങ്ങനെ വരൂല. ആരെങ്കിലും ഉയർന്ന ഉടനെ മറ്റതാണ്, കള്ളനോട്ടാണ്, കഞ്ചാവാണ്, മറ്റാണ്, ഇതിങ്ങനെ അതൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് കേൾക്കാനൊക്കെ തയ്യാറായിട്ട് വേണം ഈ പണിക്ക് ഇറങ്ങാനുള്ളൂ. പിന്നെ കേൾക്കാൻ തയ്യാറാകുന്നതിനെ കൂടി ഇതൊന്നും കേൾക്കാൻ ചെവി കൊടുക്കരുത്. അതാണ് എനിക്ക് കേൾക്കാൻ പോലും നിൽക്കരുതെന്നല്ലേ. എന്തിനാന്ന് നമ്മൾ എൻ്റെ ചില വീഡിയോ ഒക്കെ വരുമ്പോഴേ എന്നോട് ഇന്നാളൊരു കൂട്ടിടാ നിൻ്റെ അടിയിൽ കമൻ്റൊക്കെ വായിച്ചാ, ഞാൻ പറഞ്ഞില്ല മോശമൊക്കെ എഴുതട്ടെ, നമുക്ക് നമ്മൾ നമ്മൾ മറ്റുള്ളവരെന്ത് പറയുന്നു, അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതിനെങ്കിലും ഇറങ്ങുവാണെങ്കിൽ, ബിസിനസ്സിനല്ല, ജീവിതത്തിലല്ല, എന്തിലും നമുക്ക് ഒരു കാരണവശാലും മറ്റുള്ളവരെല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് ഞാനിക്കത് ചെയ്യാം എന്നാണ് തീരുമാനിക്കുന്നത്, നിങ്ങളെ കൊണ്ട് ജീവിക്കാനേ പറ്റില്ല. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, അതൊക്കെ അത് അവരുടെ ജോലിയാണ്, അല്ലേ? വളരെ കറക്റ്റാട്ടോ. എൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോ ഇട്ടപ്പോഴേ അതിന് 21 കമൻറ്റ് വന്നു, അതിൽ 17 തെറിയായിരുന്നു. അതിൽ ഏതാ ഈ വേട്ടാവളയൻ, ഇവനൊന്നും വേറെ പണിയില്ലേ. ഞാനിത് എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനോട് പറഞ്ഞു, സാധനം ഡിലീറ്റ് ചെയ്തോ, ഇത് വേണ്ട നോക്കുക. ഞാൻ എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാർക്കറ്റിംഗ് വേണ്ടി ചെയ്തു. പക്ഷേ അതിൻ്റെ വ്യൂസ് വന്നത് 300+ ആയിരുന്നു ഒറ്റ നൈറ്റ് തൊട്ട്. അപ്പം അന്ന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, സാറ് അതൊന്നും നോക്കണ്ട, ഇത് കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇപ്പം ധൈര്യമായി. ഇപ്പം ഇനി ആര് തെറി വിളിച്ചാലും വിഷയമല്ല മൈൻഡ് ചെയ്ത് നമുക്ക് അവർ മറുപടിയും കൊടുക്കാൻ പോകും. അതിലൊരു ചെറിയ പയ്യൻ, അവന് 20 വയസ്സായിട്ടുണ്ടാവില്ല, അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വല്ല പണിക്കും പോടാന്ന്. ഞാൻ 21 വർഷമായിട്ട് പണിയെടുക്കുന്ന ഒരാൾ, അവൻ്റെ വയസ്സിനേക്കാളും കൂടുതൽ. ഫാമിലിയുടെ സപ്പോർട്ടിലേക്ക് തന്നെ വരികയാണെങ്കിൽ, ഈ ഞാൻ ഒരു വീഡിയോയിൽ സാറിൻ്റെ വൈഫ് പറഞ്ഞ ഒരു ഡയലോഗ് കേൾക്കുകയുണ്ടായി. എന്താ, വില കൂടിയ രാജ്യത്തിൽ നിന്ന് വില കുറഞ്ഞ രാജ്യത്തേക്ക് എന്തിനു വിൽക്കണം എന്ന് പറഞ്ഞതാണ് ടേണിംഗ് പോയിന്റ് ആയത് എന്ന് പറയുന്നത്. അപ്പം സാർ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ ഡിസ്കസ് ചെയ്യുമായിരുന്നോ? ഞാൻ ബിസിനസ്സിൻ്റെയും എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ഇപ്പോഴും, അന്ന് കുട്ടികൾ ചെറുതാണ്, ഇപ്പോൾ കുട്ടികൾ വീട്ടിലില്ല, പക്ഷേ ഞാനും വൈഫും ഉള്ളപ്പോൾ, ഞാനും സമയത്ത് ചില വീട്ടിലുണ്ട്, ചിലപ്പോൾ ഞങ്ങൾ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ, അത്താഴത്തിന് ഇരിക്കുമ്പോൾ അന്ന് നടന്നൊരു സംഭവങ്ങൾ ഇപ്പോഴും ഞങ്ങളിങ്ങനെ കഥ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനിന്ന് പോയിട്ട് അതെന്തായി, ഇതെന്തായി, വെറുതെ ഇങ്ങനെ പറയും. ഞാൻ പറയുന്നത് അത് ഒരു ബിസിനസ്സുകാരൻ നിലയിൽ അവൻ പകൽ മുഴുവൻ ടെൻഷൻ പിടിച്ചായിരിക്കും നടക്കണം, അല്ലേ? 100 കൂട്ടങ്ങൾ ടെൻഷനെടുത്ത് അവസാനം വീട്ടിൽ വരുമ്പോൾ അതൊക്കെ പറയാൻ, അത് കേൾക്കാൻ,
അത് കേൾക്കുമ്പോൾ നമ്മളോട് അതല്ല അത് നമുക്കിങ്ങനെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കാൻ, അങ്ങനെ നമ്മൾ ചെയ്ത് തെറ്റാണെങ്കിൽ പോലും സാരമില്ല നമുക്ക് നാളെ തിരുത്താലോ എന്ന് പറയുന്ന ഒരു കുടുംബം എനിക്ക് തോന്നുന്ന ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഭയങ്കര ബലമായിരിക്കും. നിങ്ങൾക്കൊരു 10 കോടി ബാങ്കിൽ കിടക്കുന്നതിനേക്കാൾ ഉറപ്പാണ് അങ്ങനെ ഒരു കുടുംബം നിങ്ങളുടെ സ്വന്തമായിട്ടൊരു കുടുംബത്തിന്റെ സപ്പോർട്ട്. അതെ എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. എല്ലാവരും ഞാൻ പറയുന്നത് ശരിയാവണമെന്നില്ല. ഞാൻ ഏതെല്ലാം ഇൻ്റർവ്യൂവിൽ ഞാൻ പറയാറുള്ളത് അതുകൊണ്ടാണ്. ഞാനൊരു MBA പഠിച്ച അല്ല ബിസിനസ് പഠിച്ച ഒരാളൊന്നുമല്ല. ഞാൻ പറയുന്നത് എൻ്റെ ഇത്രയും വർഷത്തെ ബിസിനസ് ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള എനിക്ക് ഇഷ്ടംപോലെ കുറവുകളുണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ താഴ്ചകളുണ്ടായിട്ടുണ്ട്, ഉയർച്ചകളുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുമല്ലോ, ആ പാഠങ്ങളിൽ നിന്നാണ് ഞാനിത് പറയണത്. അത്തരം ഒരു കുടുംബത്തിൻ്റെ സപ്പോർട്ട് നമ്മൾക്ക് എപ്പോഴും ഭയങ്കര ബലമായിരിക്കും. ഇപ്പോഴത്തെ ഒരു ന്യൂജൻ ബിസിനസ്സുകാർ വരുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു സാറിൻ്റെ അടുത്ത്, ഒരുപാട് കുട്ടികൾ ഇപ്പം പഴയ പോലെ ഒന്നും അല്ല. ഇപ്പം ബിസിനസ് തുടങ്ങുക, സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്ന് പറയുന്നത് സ്വപ്നമായിട്ട് നടക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പം ഈ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇതുപോലുള്ള ഇൻ്റർവ്യൂസുകളും പോഡ്കാസ്റ്റുകളൊക്കെ വന്നിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ ഒരു വേർഡ് പഠിച്ചു വെച്ചിട്ടുണ്ട്, പാഷൻ്റെ പുറകെ പോകണം. ഈ സാധനമാണ് നമ്മുടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷ് ജോർജുകൾ ഇങ്ങനെ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, സാറും പറയാറുണ്ടെന്ന് കരുതുന്നു. പക്ഷെ പലപ്പോഴും ഇത് ബാക്ക് ഫയർ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ കുട്ടികൾ ഈ പാഷൻ്റെ പുറകെ പോകുന്ന സമയത്ത് നിലനിൽപ്പിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നില്ല. സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? പാഷനാണോ വലുത്, നിലനിൽപ്പാണോ വലുത്? പാഷനുള്ള ബിസിനസ് മാത്രമേ നിങ്ങൾ ഇറങ്ങാവുള്ളൂ. നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു ബിസിനസ്സും ആരെങ്കിലും പറഞ്ഞെന്ന് കേട്ടോ ആരെങ്കിലും ചെയ്യുന്ന കാണിച്ചോ നിങ്ങൾ ഇറങ്ങരുത്. നിങ്ങളുടെ പാഷൻ്റെ പിന്നാലെ പോകണം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പക്ഷെ നമ്മുടെ കുട്ടികളെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. എന്നേക്കാളും നിങ്ങളെക്കാളും ഇന്ന് നമ്മൾ കുട്ടികളെ കുറ്റമൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഉറപ്പായിട്ടും ഞാൻ പറയാം നമ്മളെക്കാൾ ഇരട്ടി ഐക്യവും പ്രാക്ടിക്കൽ ബുദ്ധിയും എല്ലാം ഉള്ള പിള്ളേരാണ്. ഞാൻ എപ്പോഴും പറയും, ഞാൻ കടലിൽ കിടന്ന മീനിനെ അടുത്ത് കമ്പ്യൂട്ടർ വിറ്റെങ്കിൽ ആകാശത്ത് നിന്ന് മീനുണ്ടാക്കി വിൽക്കുന്ന പിള്ളേർ വരുന്നു, ഒരു സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കഴിവിനെക്കുറിച്ച് എനിക്കൊരു ശതമാനം പോലും സംശയമില്ല. അത്രയ്ക്ക് നല്ല കുട്ടികളാണ്. പിന്നെ ഈ ബിസിനസ് തുടങ്ങി ചില ആൾക്കാർ ഒരു ബിസിനസ് തുടങ്ങി ഒന്നങ്ങോട്ട് ബിസിനസ്സുകാരനായി എന്ന് പറയുന്നതിന് മുമ്പേ നമ്മൾ പണ്ടത്തെ കാരണന്മാർ പറയും ഇരിക്കുന്നതിന് മുമ്പേ കാലം നീട്ടുക. ഞാനതുകൊണ്ട് എപ്പോഴും പറയും, നിങ്ങളൊരു സ്കൂട്ടർ നടന്നാണ് ബിസിനസ് തുടങ്ങിയതെങ്കിൽ നിങ്ങൾ അടുത്ത 2 വർഷം കൂടി നിങ്ങൾ ആ സ്കൂട്ടറിൽ തന്നെ നടക്കണം. ആദ്യത്തെ ഒരു 2-3 വർഷം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അതാണ് നമ്മുടെ അടിത്തറ. ആ അടിത്തറയിൽ എന്തെങ്കിലും കുലുക്കമുണ്ടായാൽ പിന്നെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. ഞാനൊക്കെ തുടങ്ങിയ കാലത്ത് പിന്നെ നീങ്ങായിരുന്നു. ഇന്നൊരു കുലുക്കമുണ്ടായാൽ നമ്മുടെ സിബിൽ സ്കോർ വരും. ഒരു ബാങ്ക് വന്നാൽ എല്ലാ ബാങ്കും അറിയും, എല്ലാവരെയും ബാധിക്കും, നമുക്ക് പിന്നെ അനങ്ങാനേ പറ്റിയല്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 2 വർഷം ഏതൊരു ബിസിനസ്സിൽ ഇറങ്ങണയാളും നിങ്ങൾ സ്കൂട്ടർ നടന്നു തുടങ്ങുന്നുവെങ്കിൽ നിങ്ങൾ സ്കൂട്ടറിൽ തന്നെ 2 വർഷം കൂടെ നടക്കണം. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ പറയുന്നതാണ് ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ അനുഭവം രീതി പറയാലോ, എൻ്റെ അനുഭവം ഞാൻ പറയണം. അത് അല്ലാതെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുന്ന പൈസ കാണുമ്പോൾ അതെടുത്ത് കാറ് മേടിച്ച് ഒരു സ്ഥലം മേടിച്ച് വീട് വെച്ച് വർക്കിംഗ് ക്യാപിറ്റലിന് ആദ്യമേ തൊട്ട് കളിക്കുന്ന കുട്ടികളുണ്ട്. അത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് നമ്മൾ നിർത്തും. അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എടുത്തിട്ടും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഷോ ഓഫ് കാണിക്കുക. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഷോ കാണിച്ചാലേ ബിസിനസ്സിലേക്ക് കൂടുതൽ നെറ്റ്വർക്ക് ബിൽഡ് ആവുള്ളൂ, അല്ലെങ്കിൽ പുതിയ ആളുകൾ കണക്ഷൻസ് വരുള്ളൂ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഈ കാട്ടിക്കൂട്ടലുകൾ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചിന്തകളാന്നേ. ഞാൻ ബെൻസ് ചെന്നാലേ അവരെന്നെ മൈൻഡ് ചെയ്യൂ എന്ന് ഞാൻ തന്നെ ആലോചിക്കുവാണ്. ഫ്രഷ് ടു ഹോമിൻ്റെ മാത്യുവിടെ വരുമ്പോൾ ബെൻസാലല്ല വരുന്നെങ്കിൽ ഓട്ടോയിൽ വന്നാലും നമുക്ക് പ്രശ്നമില്ല. എന്താ പ്രശ്നം? ഇത് നമ്മൾ തന്നെ ചിന്തിക്കുന്നതാണെന്ന് പക്ഷെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ചെയ്യണമായിരിക്കും. പക്ഷെ അതിനുള്ള ശേഷിയാകുമ്പോൾ പോരെ നമ്മൾ കാണിച്ചാൽ പോരെ. നമ്മൾ വെറുതെ കാണിക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് കടമെടുത്ത് ബെൻസ ചെന്നിട്ട് പിറ്റേ ദിവസം ബാങ്കിൽ അടയ്ക്കാൻ പറ്റാണ്ട് വരുമ്പോൾ എന്തായി? കാണിച്ചൊക്കെ വെറുതെ ആയില്ലേ? അതിലും നല്ലത് നമ്മൾ അങ്ങനെ ഷോ ഓഫ് കാണിക്കാതിരിക്കുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഒരു പുതുതലമുറയിൽ വരുന്നൊരു ബിസിനസ്. അപ്പോൾ ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനൊക്കെ കുറേ കാലം ജോലിയൊക്കെ ചെയ്ത് ഇപ്പോഴാണ് ഒന്ന് ബിസിനസ്സിലേക്ക് പോകുന്നത്. ഞങ്ങൾക്കൊക്കെ തരാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ലൈക്ക് കുറേ ലോകം കണ്ടിട്ടുണ്ടല്ലോ, ഏറ്റവും വലിയ ക്വാളിഫിക്കേഷനാണ് ഞാൻ കാണുന്നത് 1000 crore മുകളിൽ കടന്നു എന്നുള്ളതാണ്. അപ്പോൾ സാറിൻ്റെ ഒരു ആംഗിളിൽ നിന്നിട്ട് പുതിയ തലമുറയിൽ വരുന്ന പുതിയ ബിസിനസ്സുകാർക്ക് തരാൻ പറ്റുന്ന ഒരു ഗുഡ് അഡ്വൈസ്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പോരായ്മ എന്നാന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രൊഫഷണലിസം ഇല്ല ഒന്നിനും. അതൊരു ബിസിനസ് നടത്തുന്ന രീതിയിലായാലും അതിലെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന രീതിയിലായാലും ഓഫീസ് കൈകാര്യം ചെയ്യുന്ന രീതിയിലായാലും അതിനകത്തൊരു ട്രാക്ക് ഉണ്ടാക്കുന്ന രീതിയിലും നമുക്കൊരു പ്രൊഫഷണലിസം വളരെ കുറവാണ്. നമ്മൾ വേറൊരു വിദേശത്തെ രാജ്യങ്ങളൊക്കെ നോക്കിയോ, അവരൊക്കെ ചെറുത് തുടങ്ങുമ്പോഴൊരു പ്രൊഫഷണൽ സ്റ്റൈലേ അവർ ചെയ്യുള്ളൂ. അതിൻ്റേതായ ഒരു അഡ്വാൻറ്റേജ് ആ ബിസിനസ്സിനുണ്ടാവും. മനസ്സിലായി? എൻ്റെ കമ്പനിയിൽ നിന്ന് 5 പൈസ എൻ്റെ സാലറിക്കപ്പുറം എടുക്കണമെങ്കിൽ
അതിനൊരു 100 കടമ്പകൾ കടന്നിട്ടേ എനിക്ക് കിട്ടുകയുള്ളൂ എന്ന സിസ്റ്റം ഞാൻ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ സാറിൻ്റെ കമ്പനിയിൽ സാലറി ഉണ്ട്? സാലറിയാണ്, ഞങ്ങൾക്ക് എല്ലാ കോഫൗണ്ടേഴ്സും സാലറിയാണ്. ഓ, അതിനപ്പുറത്തേക്ക് ഒരു പൈസ എടുക്കണമെങ്കിൽ അതിന് പോകാതിരിക്കാൻ പറ്റുന്ന അത്രയും കടമ്പകൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതാണ് ബിസിനസ്സിലെ പൈസ എടുത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് ജീവിക്കാൻ എത്രയാണോ നമ്മുടെ ബിസിനസ്സിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അല്ല എൻ്റെ ലാഭത്തിനനുസരിച്ച് നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം. എനിക്ക് ഈ മാസം 2 ലക്ഷം രൂപ എടുക്കാം, അല്ല 1 ലക്ഷം രൂപ എടുക്കാം എന്ന് തീരുമാനിച്ചാൽ ആ പണം കൊണ്ട് നമ്മൾ ജീവിക്കണം. അതും ഒരു അച്ചടക്കമല്ലേ, അതും ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ്. അല്ലാതെ നമുക്ക് എപ്പോഴും ആവശ്യത്തിന് പൈസ എടുത്തുകൊണ്ട് പോരാ, നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങാനോ അല്ലെങ്കിൽ എന്തോ ആവശ്യത്തിന് വെച്ചിട്ടുള്ള പൈസ എടുത്തിട്ടായിരിക്കും ഈ കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഫഷണലിസം ഇല്ലായ്മ നമ്മുടെ പൊതുവേ ഉള്ളൊരു കുഴപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾ തുടങ്ങണ ആദ്യത്തെ ദിവസം തന്നെ പ്രൊഫഷണലിസം കൊണ്ടുവരണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ദൈനംദിന കാര്യങ്ങൾ ഇടപെടുകയേ ചെയ്യരുത്. ബിസിനസ്സിൻ്റെ അതിനെന്ത് ചെയ്യണം? അതിന് നിങ്ങൾ ആദ്യത്തെ 2-3 മാസം അല്ലെ ഒരു 6 മാസത്തിനുള്ളിൽ 6 മാസം കൊണ്ട് നിങ്ങൾ ഓരോ സിസ്റ്റത്തിനും ഒരു ട്രാക്ക് ഉണ്ടാക്കണം. എല്ലാത്തിനും പ്രൊസീജിയർ ഉണ്ടാക്കണം. എല്ലാ പ്രൊസീജിയറും ഉണ്ടാക്കി ഒരു ടീമിനെ നിങ്ങൾ ബിൽഡ് ചെയ്യണം. ആ ടീമിലെ ആൾക്കാർ ഈ നിങ്ങളുണ്ടാക്കി അല്ല നിങ്ങൾ വെച്ച പ്രൊസീജിയറിനുള്ളിലൂടെ മാത്രമേ അവന് പോകാൻ പറ്റുള്ളൂ. ഒരു മാനേജർ മാറി അടുത്ത മാനേജർ വന്നാൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. മാനേജറുടെ കഴിവിനനുസരിച്ച് ഒരുപക്ഷെ സ്പീഡ് കൂടാം, സ്പീഡ് കുറയാം, അല്ലെങ്കിൽ കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാകാം. അത് നിങ്ങൾ നോക്കി കണ്ട് പഠിച്ചുകൊണ്ടിരുന്നാൽ മതി. പക്ഷേ നിങ്ങളൊരു ട്രാക്ക് ഉണ്ടാക്കണം, അവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കണം. അങ്ങനെ വരുമ്പോൾ എന്താ ഗുണമെന്നറിയാമോ? ദൈനംദിന കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നില്ല, പകരം നിങ്ങൾ ഇടപെടുന്നത് അടുത്ത 6 മാസം കഴിയുമ്പോൾ ഞാൻ എവിടെയായിരിക്കണം, അടുത്ത 1 വർഷം കഴിയുമ്പോൾ എൻ്റെ കമ്പനി എവിടെയായിരിക്കണം എന്ന കാര്യങ്ങൾക്ക് വേണം നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കും. കമ്പനിയുടെ സ്ട്രാറ്റജി കാര്യങ്ങൾ, അങ്ങനെയുള്ള മാനേജ്മെൻറ്റ്, അതിനകത്ത് മാത്രമേ നിങ്ങൾ സമയം ചെലവഴിക്കാവൂ. ഞാൻ ഇന്നാളൊരു ബിസിനസ് ഗ്രൂപ്പിന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചേ, നിങ്ങളിൽ ആരെങ്കിലും എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് തലേ ദിവസം കമ്പനി നടന്ന ഓരോ സാമ്പത്തിക ക്രയവിൽക്കത്തിൻ്റെയും വൗച്ചറുകൾ ഒപ്പിട്ട് കൃത്യമായി പോകുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെന്ന് ചോദിച്ചു. കുറച്ചൊരു അഭിമാനത്തോടെ ഇങ്ങനെ കൈവക്കി കിട്ടിക്കാണും പണി. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയും കാണില്ല. നമ്മൾ വളർന്നുപോയ ഏതെങ്കിലും ബിസിനസ്സുകാരെന്ന് ആലോചിച്ച് നോക്കിയേ. ഏതെങ്കിലും ബിസിനസ്സുകാർ ഇതുപോലെ ദിവസം രാവിലെ വന്നിരുന്ന് മുകേഷ് അംബാനി രാവിലെ ഓഫീസിൽ നിന്ന് വൗച്ചർ ഒപ്പിടുകയാണ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്തിട്ടുണ്ടാവാം അല്ലേ? സ്റ്റാർട്ടിങ്ങിൽ ചെയ്യണം. അതേ ആ സ്റ്റാർട്ടിങ്ങിൽ 6 മാസം അല്ല 1 വർഷം കൊണ്ട് നിങ്ങൾ അതെല്ലാം ട്രാക്ക് ആക്കണം. പിന്നെ നമ്മുടെ കാരണവന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഓരോ പൈസയും നിന്റെ കയ്യിലൂടെ വേണം കടന്നു പോകാൻ. അതെന്തുകൊണ്ടാണ്? കാരണവന്മാർ നടന്ന കാലത്ത് SMS ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് നിങ്ങളുടെ ബാങ്കിൽ ഒരു പൈസ പോയാൽ അപ്പം SMS വരും, ശരിയല്ലേ? അതല്ല, നിങ്ങൾക്ക് ബാങ്കിന്റെ അക്കൗണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് നിങ്ങളുടെ സ്ക്രീനിൽ വരും. എപ്പോഴും അതിനുള്ള സിസ്റ്റം ഇവിടെ ഉണ്ടല്ലോ ഇപ്പോൾ. പിന്നെ നമ്മൾ എന്തിനാണ് അങ്ങനെ പോകുന്നത്? ഈ കാരണവന്മാർ പറഞ്ഞത് കേട്ട്, ഞാൻ കാരണവന്മാരെ കുറ്റം പറയില്ല, കാരണവന്മാർ അന്ന് പറഞ്ഞത് അന്നത്തെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. നമ്മൾ ലോകം മാറി, അപ്പോൾ അന്ന് ലോകം മാറി, നമ്മൾ ടെക്നോളജികൾ മാറി, ഇത്രയും വലിയ അഡ്വാൻറ്റേജ് ആയ ടെക്നോളജി നമ്മുടെ കയ്യിൽ വന്നപ്പോൾ നമ്മൾ എന്തിനാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത്? ധീരുഭായ് അംബാനി, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മനുഷ്യനാണ്. ധീരുഭായ് അംബാനി വർക്ക്ഷോപ്പ് തുടങ്ങി, വിദേശത്തെ ജോലിയൊക്കെ രാജിവെച്ച്. അന്ന് പുള്ളിയുടെ അപ്പം പറഞ്ഞു, എൻ്റെ മകൻ നശിച്ചു, ഞാൻ എന്താ വിദേശത്തെ ജോലിയും കളഞ്ഞു വന്ന് വർക്ക്ഷോപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞു. അയാളുടെ പേരാണ് ധീരുഭായ് അംബാനി. ആ ധീരുഭായ് അംബാനി വർക്ക്ഷോപ്പ് തുടങ്ങിയപ്പോൾ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് വർക്ക്ഷോപ്പുകളുണ്ട് ഇവിടെ. പക്ഷേ ആ വർക്ക്ഷോപ്പുകാരൊക്കെ എന്ത് ചെയ്യുന്നറിയാം? ആ വർക്ക്ഷോപ്പുകാരൊക്കെ ആ വർക്ക്ഷോപ്പിൽ എല്ലാ ദിവസവും എടുക്കുന്ന നെട്ടും ബോൾട്ടും എല്ലാ സാധനവും അവൻ്റെ പെട്ടിക്കടിയിലാത്ത പെട്ടിയുടെ പുറത്താണ് പുള്ളി കയറി ഇരിക്കുന്നത്. ഓരോന്നും സൂക്ഷിച്ചാൽ. പക്ഷേ മറ്റേയാൾ അങ്ങനെ ചെയ്തില്ല. അയാൾ ഒരു വർക്ക് നടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് തന്നെ ഒരു ട്രാക്ക് ഉണ്ടാക്കി. എന്നിട്ട് അതെല്ലാം ഓരോരുത്തരെ ഏൽപ്പിച്ച്, എന്നിട്ട് അയാൾ അടുത്ത പണിക്ക് പോയി. അതുകൊണ്ടാണ് അയാൾ വലുതായത്. അന്ന് വെട്ടിപ്പുറത്തിരുന്നവർ ഇപ്പോഴാണ് വെട്ടിപ്പുറത്ത് ഇരിപ്പുണ്ട്. ഇതേപോലെ കാരണന്മാർ പണ്ട് പറയുന്ന ഒരു ഡയലോഗാണ്, ഒരു കാരണവശാലും പാർട്ട്ണർഷിപ്പ് കൂടരുത്, തല്ലൂടി പിരിയും. അല്ലേ? സ്ഥിരം ഒരു കേൾക്കുന്ന ഒരു, എൻ്റെ ഫാദറൊക്കെ ഇതിൻ്റെ ഉസ്താദാണ്, ഇത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരാളായിരിക്കാം. സാറിൻ്റെ അഭിപ്രായത്തിൽ, സാറിന് ഇപ്പോൾ ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു, എന്താണ് അതിനെ എങ്ങനെ കാണുന്നത് സാർ? അതിന് നമ്മൾ പാർട്ട്നേഴ്സ് എന്നല്ലെങ്കിൽ ഞാനതിനെ വിളിക്കുന്ന ടീമെന്നാണ്. ഇപ്പം ഞാൻ സീറ്റ് ഹോം ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ എനിക്കെന്ത് പറ്റി? എൻ്റെ കമ്പനിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ക്ഷീണം, അല്ലൊരു വിഷമം, ഒരു ബുദ്ധിമുട്ട്, ഒരു ക്രൈസിസ്, ഇത് ഞാൻ ആരോടെ ചോദിക്കണമെന്നറിയാമോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കും. ഞാൻ തന്നെ മറുപടി പറയും. ഏതൊരു മനുഷ്യനും ചിന്തിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ഞാൻ പറയുന്നോ ഞാൻ ചെയ്യണോ മുഴുവൻ ശരിയാണെന്നാണ്, ഇല്ലേ? ഇന്ന് പക്ഷേ ഫ്രഷ് ഹോമിൽ ടീം ഉണ്ടായപ്പോൾ ഞങ്ങൾക്കൊരു പ്രതിസന്ധി വന്നാൽ, ഞങ്ങളൊരു ചോദ്യം ഞങ്ങളുടെ കോഫണ്ടിങ് ടീമിലിട്ടാൽ ഞങ്ങൾക്ക് 8 ഉത്തരങ്ങൾ കിട്ടും അതിൽ നിന്ന് തന്നെ. അതിലേതെങ്കിലും ഒരു ഉത്തരം ശരിയായിരിക്കും. അതും കിട്ടുന്നില്ല, ഞങ്ങൾ അടുത്ത സെക്കൻഡ് ലെവലിലേക്ക് പോയാൽ ഞങ്ങൾക്ക് 36 ഉത്തരം കിട്ടും. അതിലും താഴത്തോടെ ഞങ്ങൾക്ക് 126 ഉത്തരം വരും.
ഏതെങ്കിലും ഒരു ഉത്തരം അല്ലെങ്കിൽ ഇത് രണ്ടുത്തരം കൂട്ടിച്ചേരുമ്പോൾ നമ്മുടെ ശരിയായ തീരുമാനത്തിലെത്തും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന പാർട്ട്നേഴ്സ് എന്ന വാക്ക് മാറ്റിയിട്ട് അവിടെ നിങ്ങൾ ടീം എന്ന വാക്ക് കൊടുക്കണം. ടീം ഇല്ലാതെ ഇനി നമ്മൾക്ക് വളരാൻ പറ്റില്ല. കച്ചവടം ചെയ്യാം, ഒരു മിനിമം ലെവലിലൊക്കെ മിനിമം ലെവലിൽ നിങ്ങൾക്ക് ഒരു ഷോപ്പ് നടത്താം, 2 ഷോപ്പ് നടത്താം, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസ് നടത്താം. അങ്ങനത്തെ ഒരെണ്ണത്തിൽ ആണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് മതി, നിങ്ങൾ ആരെയും നോക്കണം, നിങ്ങൾ അങ്ങനെ പൊക്കോ. പക്ഷെ അതല്ല, നിങ്ങൾ വളരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ടീമിനെ ബിൽഡ് ചെയ്യണം. ഒരു 100 crore അല്ലെങ്കിൽ അതിനെ മുകളിലേക്ക് വേണം നിങ്ങൾക്ക് ടീമിനെ ബിൽഡ് ചെയ്യണം. ആ ടീമിനെ ബിൽഡ് ചെയ്ത് ആ ടീമിനെ കൊണ്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകാൻ. ആ ടീമിൻ്റെ ഒരു കൂട്ടം, അത് ഞാൻ ടീം ഇല്ലാത്തതും കണ്ട് അനുഭവിച്ച ആളാണ്, ടീം ഉള്ളത് കണ്ട് അനുഭവിച്ച ആളാണ്. ആ ടീം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരിക്കലും പാർട്ട്നേഴ്സ് എന്ന് വിളിക്കേണ്ട നിങ്ങൾ തന്നെ, നിങ്ങളുടെ ടീമെന്ന് വിളിച്ചു. ആ ടീമിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കാരണന്മാർക്കും വിഷമം ഉണ്ടാവില്ല, അവർ ഈ പാർട്ട്ണർ എന്ന് വിളിക്കുന്ന ആ ഒരു വിഷമം മാറി അതെൻ്റെ ടീമാണെന്ന് പറയുന്ന രീതിയിലേക്ക്. ഫൈൻ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പദമുണ്ട് ബിസിനസ്സുകാരുടെ ഇടയിൽ, എക്സിറ്റ് പ്ലാൻ. ഇതാണ് ഇപ്പോഴത്തെ, ഞാൻ ഒരുപാട് ബിസിനസ് ട്രെയിനിങ്സുകൾക്കും ഇങ്ങനത്തെ കോൺക്ലേവുകൾക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പോയപ്പം ഞാൻ കേട്ട ഒരു വാക്കാണ്, എന്താണ് താങ്കളുടെ എക്സിറ്റ് പ്ലാൻ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായി. അപ്പം ആ ചോദ്യം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സാറിനോട് ചോദിക്കുകയാണ്, സാറിൻ്റെ എക്സിറ്റ് പ്ലാൻ എന്താണ്, എന്തായിരിക്കും ഇതിൻ്റെ എൻഡ്? എക്സിറ്റ് പ്ലാൻ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റുകളായിരിക്കും. ഞങ്ങളിതൊരു എക്സിറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷേ എക്സിറ്റ് പ്ലാനുകൾ നല്ലതല്ലെന്ന് ചോദിച്ചാൽ നല്ലതാണ്. ചില സാഹചര്യങ്ങൾ നമ്മൾ എക്സിറ്റ് ചെയ്യണം. അതായിരിക്കും ചിലപ്പോൾ കമ്പനിക്കും അല്ലെങ്കിൽ വ്യക്തിപരമായ ബെനിഫിറ്റ്. ഒരുപക്ഷെ കമ്പനിയുടെ ബെനിഫിറ്റിനേക്കാൾ കൂടുതൽ വ്യക്തിപരമായ ബെനിഫിറ്റ് ചിലപ്പോൾ എക്സിറ്റ് പ്ലാൻ ആയിരിക്കും. ഞാൻ സീറ്റ് ഹോം ഞാനും ഷാനോ കൂടി ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, ഞാനും ഷാനും തമ്മിലൊരു എഗ്രിമെൻറ്റ് ഇതുവരെ എഴുതിയിട്ടില്ല. മീൻസ് അന്ന് എൻ്റെ മനസ്സിൽ എന്താണ്, എൻ്റെ സ്വപ്നം ഈ ലോകം അറിയുന്ന ഒന്നാകണം, എൻ്റെ ഐഡിയ ലോകത്തെല്ലാവരും അറിയണം എന്നൊക്കെയായിരുന്നു. അല്ലാതെ എനിക്ക് ഇതിനകത്ത് ഇത്ര ശതമാനം ഷെയർ വേണം, ഞാൻ ഇതായിരിക്കും, ഞാൻ ഇങ്ങനെയായിരിക്കും, അങ്ങനെ അല്ല. ഷാനും അങ്ങനെ തന്നെ ചിന്തിച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞ അതാണ്, ആ പാഷൻ ഉള്ളിലുള്ളവർ തമ്മിൽ വേവ് ലെങ്ത് തമ്മിൽ കൂടിയാലേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഈ ചർച്ചകൾ എവിടെ പോയി നിൽക്കുമെന്നറിയോ, ശരി നിനക്ക് 51, അത് പറ്റില്ല എനിക്ക് 51 എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പഴയ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. പഴയ കാരണന്മാർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ആ കാലമൊക്കെ മാറിപ്പോയി. പിന്നെ പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് എന്നാന്നറിയോ, പണ്ടൊക്കെ നമ്മൾ പറയും 51% ഷെയർ ഇല്ലെങ്കിൽ ഈ ബിസിനസ് മറ്റവും കൊണ്ടുപോകും, അതുകൊണ്ട് നീ 51% ഷെയർ നിന്റെ തന്നെ ചെയർമാൻ ആവണം. അങ്ങനെയല്ലേ? പക്ഷേ ആ കാലമൊക്കെ പോയില്ലേ. ഇപ്പം ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന ഇൻവെസ്റ്റർമാർക്ക് ആർക്കും ഇവിടെ വന്ന് ഈ മീൻ കച്ചവടം നടത്താൻ അവർക്ക് നേരെയില്ല. അവർ പൈസ ഇട്ടേക്കണം എന്തിനാന്ന് പറഞ്ഞാൽ ഇന്ന് 100 രൂപ ആയിട്ടുണ്ടെങ്കിൽ നാളെ 200 രൂപ ആയിട്ട് അവർക്ക് തിരിച്ചു പോകണം. അത്രേ അവർക്ക് ആവശ്യമുള്ളൂ. അല്ല അവരൊന്നും ഇവിടെ വന്ന് കമ്പനി നടത്താനും കമ്പനി കൊണ്ടുപോകാനും എന്നാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഫ്ലിപ്കാർട്ട് വിറ്റപ്പോൾ ബിന്നിയുടെ ഷെയർ ഇതിൻ്റെ ഫൗണ്ടറായി ബിന്നിക്ക് 6.5% ഷെയർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സ്വിഗ്ഗിയുടെ ഓണർക്ക് 2% ഷെയർ ഉള്ളൂ. ഞാൻ പറഞ്ഞ ശരി, സ്വിഗ്ഗിയാണെന്ന് ഞാൻ അത്രേ ഉള്ളൂ. അത് അപ്പോൾ അവരൊക്കെ വിചാരിക്കുവാണ്, എന്നിട്ട് ബെന്നിക്ക് കിട്ടിയത് ആ 6.5-ന് 1600 കോടിയാണ്. അപ്പോൾ ബെന്നി വിചാരിക്കുവാണ് ഞങ്ങൾ ആർക്കും കൊടുക്കില്ല, തീരുമാനിച്ചാൽ 100 ഞങ്ങൾ തന്നെ കഴിക്കും എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ അവരുടെ 100%-ന് 1000 കോടി പോലും കിട്ടിയാലായിരുന്നു, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പഴയ സങ്കല്പങ്ങളൊക്കെ മാറ്റി എഴുതണം. 51 എൻ്റെ തന്നെ ആയിരിക്കണം, അതാണ് ഇതാണ്, അതെല്ലാം കേസ് ടു കേസ് ഡിഫറെൻ്റ് ആണ്. എല്ലാ കേസിനും ഡിഫറെൻ്റ് ആണ്. ചിലത് ചിലപ്പോൾ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ എക്സിറ്റ് ആയിരിക്കും ഒരു പേഴ്സണലി. ഇപ്പം ഞാൻ എക്സിറ്റ് ചെയ്യുകയാണ് പേഴ്സണലി, ചിലപ്പോൾ എനിക്ക് നല്ലത്. പക്ഷേ ആ ഒരു എക്സിറ്റ് കൊണ്ട് എനിക്ക് കിട്ടുന്നത് എന്താ, കുറേ പണം കിട്ടും. പക്ഷേ അവിടെ കൊണ്ട് എൻ്റെ എല്ലാം തീരുവാണ് എൻ്റെ ഈ അവിടെ കൊണ്ട് തീർന്നു. അപ്പോൾ അത് ഓരോരുത്തരുടെ തീരുമാനവും സാഹചര്യങ്ങൾക്കനുസരിച്ച് എടുക്കാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ അടുത്തൊരു ബിസിനസ്സുകാരൻ പറഞ്ഞത്, അപ്പോൾ ഞാനിത് ഈ സെയിം പ്രശ്നം ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനടുത്ത്. കാരണം വെച്ചാൽ നമ്മളൊരു കുഞ്ഞിനെ പോലെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളതായിരിക്കും നമ്മളൊരു ബ്രാൻഡ്. അപ്പോൾ ആ ബ്രാൻഡിനെ വേറൊരാളിലേക്ക് കൊടുക്കുന്നു, എന്നിട്ട് കുറച്ച് പൈസയും വാങ്ങി, കുറച്ചല്ല, അത് ചിലപ്പോൾ അയാൾ വിചാരിച്ചതിനേക്കാളൊക്കെ കൂടുതൽ പൈസ കിട്ടിക്കാണും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗ് എന്ന് വെച്ചാൽ, ഇത് ബിസിനസ്സാണ്, ഇതിന് സെൻറ്റിമെൻറ്റ്സ് ഇല്ല എന്നുള്ളൊരു. അതും ഒരു പോയിന്റ് അല്ലേ, അതും ഒരു പോയിന്റാണ്. അത് വ്യക്തിപരമായാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഷാനുമായിട്ട് ആലോചിച്ച് ഞങ്ങൾ കൂടിയപ്പോൾ പക്ഷേ എനിക്ക് അതിനകത്തൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. എനിക്ക് മീനും എൻ്റെ സ്വപ്നവും എൻ്റെ ഐഡിയയും എന്നൊരു സെൻറ്റിമെൻറ്റ്സ് അതിനകത്തുണ്ടായിരുന്നു, ഉറപ്പായിട്ടും. അപ്പോൾ അത് ഓരോ മനുഷ്യർ കാണുന്നത്. ചിലർക്ക് സെൻറ്റിമെൻറ്റ്സ് ഇതിനകത്ത് കൂട്ടിക്കാലത്ത് ശരിയല്ല എന്ന് പറയുന്നത് താത്വികമായി ശരിയായിരിക്കാം, മനസ്സിലായി. പക്ഷേ ചില സമയത്ത് ഈ സെൻറ്റിമെൻറ്റ്സ് പിടിച്ച് ബിസിനസ് കൊളാക്കിയിട്ടുള്ള ആളുകളുണ്ട്.
അല്ലേ? ഈ സെന്റിമെന്റ്സിന്റെ പേരിൽ പിന്നെ സെന്റിമെന്റ്സിന്റെ ബിസിനസ്സിലേക്ക് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മുങ്ങുന്ന ഒരു കപ്പലിലേക്ക്. അറിയാവുന്ന എനിക്ക് ഞങ്ങളുടെ നാട്ടിലൊരു പ്രൈവറ്റ് ബസ് നടത്തിയ ആളുണ്ട്. അയാൾ ഒരു ബസ് തുടങ്ങി. ബസ്സിൻ്റെ ഒരു സെൻറ്റ് മാർട്ടിൻ എന്നായിരുന്നു. ആ ചേട്ടനത് കേൾക്കുമെന്നറിയില്ല. അപ്പോൾ ഈ സെൻറ്റ് മാർട്ടിൻ ബസ്സിൻ്റെ ഓണർ അത് കഴിഞ്ഞ് കുറേ ബസ്സുകൾ വാങ്ങി. പുള്ളി അന്ന് നാട്ടിലെ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു ജന്മി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ആളാണ്. പക്ഷേ ബസ് കച്ചവടം നഷ്ടത്തില്ല. നമ്മൾ സാധാരണ കാണാമല്ലോ ബസ് കച്ചവടം നഷ്ടം. പുള്ളി എല്ലാ ബസ്സുകളും വിറ്റ്. പക്ഷേ പുള്ളി സെൻറ്റ് മാർട്ടിൻ മാത്രം വിൽക്കുന്നില്ല. എന്നിട്ട് പുള്ളി ബസ് വിൽക്കുന്ന കൂടെ പുള്ളിയുടെ ഓരോ സ്ഥലങ്ങളും വിറ്റുണ്ട്. എനിക്കും കിട്ടി കുറച്ച് സ്ഥലം, ഞാനും വാങ്ങി പുള്ളി വിറ്റപ്പോൾ. അപ്പോൾ ഞാനൊരു ദിവസം ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എന്തിനാണ് ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നത്, സെൻറ്റ് മാർട്ടിൻ വിറ്റുകൂടെ എന്ന് ചോദിച്ചാൽ പുള്ളി എന്നോട് പറഞ്ഞ ഉത്തരം, എനിക്കെൻ്റെ മകനേക്കാളും വലുതാണ് എൻ്റെ സെൻറ്റ് മാർട്ടിൻ എന്നാണ്. പക്ഷേ ആ സെൻറ്റിമെൻറ്റ്സ് ശരിയല്ലല്ലോ. അവസാനം സെൻറ്റ് മാർട്ടിനും പോയി, എല്ലാം പോയ അവസ്ഥയിലായി. ആ സെൻറ്റിമെൻറ്റ്സ് ഒരിക്കലും ബിസിനസ് നല്ലതല്ല. അവർ പറയുന്നത് ശരിയാണ്. പക്ഷേ ചില സെൻറ്റിമെൻറ്റ്സുകൾ, എനിക്കൊരു സെൻറ്റിമെൻറ്റ്സ് ഇതിനോടുണ്ടെന്ന്, അത് എൻ്റെ അല്ല, ഓരോരുത്തരുടെയും ചിന്തകൾക്കനുസരിച്ച്. എന്ന് വെച്ചാൽ സെൻറ്റിമെൻറ്റ്സ് വെച്ച് നമ്മുടെ ജീവിതം കൊണ്ടേ കളഞ്ഞിട്ടും കാര്യമില്ല. അതാണ് അതിനകത്ത് വ്യത്യാസം. ഇപ്പം ബിസിനസ്സുകാരുടെ ഇടയിൽ തന്നെ ഇപ്പം ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ്. ഇപ്പം ഞങ്ങളൊക്കെ ട്രെയിനേഴ്സാണ്. അപ്പം ഈ സാർ എന്തെങ്കിലും ട്രെയിനിങ്ങൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടോ? ഞാൻ എപ്പോഴും ആലോചിക്കുകയെ, ഞാൻ ഈ ബിസിനസ് തുടങ്ങിയ കാലത്ത് ഇതുപോലെ ആരെങ്കിലും തന്നെയുള്ള പണി ഞാൻ ചോദിച്ചു വാങ്ങുന്നതാണ്. ഞാൻ അന്നേരം ആലോചിച്ചിട്ടുണ്ട്, ഞാൻ ബിസിനസ് തുടങ്ങിയ കാലത്ത് ഇതുപോലെ ആരെങ്കിലും ട്രെയിനിങ് തരാനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ചില വേറെ ലെവലായി പോയേനെന്ന് ഞാൻ ചിലപ്പോൾ അല്ല അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഈ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാരെ കുറിച്ച് വിവിധമായ അഭിപ്രായങ്ങളുണ്ടല്ലേ. എന്നോടൊരു ബിസിനസ്സുകാരൻ പറഞ്ഞത്, ഇവിടെ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടോ എന്ന് വർത്താനം പറയാൻ പറഞ്ഞവരുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ പോളിസിയിൽ, നിങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി പറയില്ല, എൻ്റെ പോളിസിയിൽ ഏതൊരു സാധനത്തിനും ഒരാൾ ഒരു ഗൈഡൻസ് കൊടുക്കുന്നത്, ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നതിനെ അയാൾ ചെയ്ത് അനുഭവിച്ചിട്ട് വേണമെന്നില്ല. PT ഉഷയുടെ ആളായിരുന്നു നമ്പ്യാർ സാർക്ക് ഓടിയാൽ പോരായിരുന്നു ഇല്ലേ എന്ന് പറഞ്ഞാൽ. കോഹ്ലിയുടെ, സച്ചിൻ ടെണ്ടുൽക്കറെയൊക്കെ കോച്ചുകളുണ്ട്, അവർക്ക് കളിച്ചാൽ പോരായിരുന്നു. ഇവനെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് കളിക്കേണ്ട കാര്യമില്ല. അന്ന് പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ ഓരോരുത്തർക്കുള്ള കഴിവിനെ, ആ കഴിവിനെ നമ്മൾക്കൊരാൾക്ക് ഉരച്ച് തേച്ച് കൊടുക്കാൻ പറ്റിയാൽ അത് നല്ലത് തന്നെയാണെന്നാണ് അഭിപ്രായം. ഞാൻ എൻ്റെ കരിയറിൽ ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ബിസിനസ്സുകാരെ ബിസിനസ് പഠിപ്പിക്കാറില്ല. ഞാൻ പക്ഷേ വേറൊരു കാര്യം ചെയ്യാറുണ്ട്. ബിസിനസ്സുകാരുടെ എംപ്ലോയി എൻഗേജ്മെൻറ്റ് പ്രോഗ്രാംസിനുള്ള പ്രോഗ്രാംസുകൾ ചെയ്യാറുണ്ട്. അതിൽ ഞാൻ സാറ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ചിലപ്പം സാറിന് ചിലപ്പം ആശയങ്ങളുണ്ടാവും, കാര്യങ്ങളുണ്ടാവും, ചിലപ്പം സ്റ്റാഫുകളിലേക്ക് കൊടുക്കാനുള്ള ഒരു പ്രസൻറ്റേഷൻ സ്കിൽ ഉണ്ടാവണമെന്നില്ല ചില ബിസിനസ്സുകാർക്ക്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് കമ്പനിയുമായി ചേർന്നിരുന്ന് കമ്പനിയുടെ ആശയങ്ങളെയും കാര്യങ്ങളെയും സ്റ്റാഫുകളിലേക്ക് പഠിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു പണി ഞാൻ ചെയ്യാറുണ്ട്. അല്ലാതെ 1000 കോടി ടേൺ ഓവറുള്ള സാറിൻ്റെ അടുത്ത് നിന്നിട്ട്, സാർ നമുക്ക് കുറച്ചും കൂടി നല്ല മീൻ ആഫ്രിക്കയിൽ നിന്ന് ഇറക്കിയാലോ എന്നുള്ളൊരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു തരുന്നതിൽ മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം സാറിൻ്റെ അനുഭവത്തിൽ ഈ സ്റ്റാഫിൻ്റെ ട്രെയിനിങ്സുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ സ്റ്റാഫിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്ന ആളെന്നല്ല ഒരു കാര്യം ഞാൻ പറയാം. അടുത്ത ട്രെയിനിങ് പറയണേ, എല്ലാ സ്റ്റാഫിൻ്റെ മനസ്സിലുണ്ടാവും എനിക്ക് മുതലാളിയാവണമെന്നല്ലേ. അതെ, എല്ലാവർക്കും ഉണ്ടാവും. വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു സ്റ്റാഫിനും ഞാനും എനിക്കും നാളെ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അവരോട് പറയണേ, ആർക്ക് നല്ല തൊഴിലാളിയാകാൻ പറ്റുന്നോ അവനെ നല്ല മുതലാളിയാകാൻ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ പോളിസി. ഞാനൊരു കമ്പനി 11 വർഷം ജോലി ചെയ്ത ആളാണ്. എൻ്റെ കമ്പനിയിൽ ഏറ്റവും നല്ല ആൾക്കാരിൽ ഒരാൾ ഞാനായിരുന്നു. എൻ്റെ MD ഇപ്പോഴും ചോദിച്ചാലും പറയും, ഞാൻ ബിസിനസ്സുകാരനാകാൻ വേണ്ടി തന്നെയാണ് ജോലിക്ക് പോയത്, സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ മുതലാളിയാകുമ്പോൾ നന്നാകാം, ഇവിടെ എന്തെങ്കിലും ചെയ്ത് ശമ്പളം മേടിച്ചാൽ മതി എന്ന് ചിന്തിക്കുമായിരുന്നെങ്കിൽ എനിക്ക് അവിടുന്ന് വളരാനേ പറ്റിയില്ലായിരുന്നു. അപ്പോൾ എവിടെ നിങ്ങൾ നല്ലൊരു തൊഴിലാളിയെ കാണുന്നോ അവനെ പ്രതീക്ഷിച്ചോ അവൻ നാളെ ഒരു നല്ല മുതലാളിയാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് വിട്ടുപോയാലും നമുക്ക് നഷ്ടമാണ്. അല്ല, വിഷമമില്ലെങ്കിലും നമുക്ക് നഷ്ടമല്ലേ. ആര് പോകുമ്പോഴാണോ കമ്പനിക്ക് ലോസ് വരുന്നത് അവൻ എന്തോ കഴിവുള്ളവനാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ല തൊഴിലാളിക്ക് നല്ല മുതലാളിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ, ഇപ്പം അയാൾ അങ്ങനെ വളർന്നു വലുതാകുന്നു, ഇപ്പം എൻ്റെ ഒരു സ്റ്റാഫ് വളർന്നു വലുതായി ഒരു ബിസിനസ് തുടങ്ങുന്നതിൽ എനിക്ക് ചിലപ്പോൾ ആ സമയത്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും
ബേസിക്കലി ഞാൻ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ബിക്കോസ് അയാളുടെ വളർച്ചയിൽ നമുക്കും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സ്വാധീനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ പഴയ MD ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ സംസാരിക്കും, ഞങ്ങൾ എല്ലാത്തിനും കാണും, എന്തുകൊണ്ടും അങ്ങോട്ടും. സാറൊക്കെ ഭയങ്കര അഭിമാനം എന്നെ കുറിച്ച് പറയാൻ, മനസ്സിലായി, അവൻ എൻ്റെ സ്റ്റാഫായിരുന്നു എന്ന് പറയാൻ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ വലിപ്പമാണ്, അത് മനസ്സിലായി. പക്ഷേ ഞാൻ വിട്ടുപോണ സമയത്ത് ചിലപ്പോൾ ആ സമയത്തൊരു ഡിസ്കംഫർട്ട് എന്ന് പറഞ്ഞാൽ ആ ജോലിയിൽ വേറെ പകരൊരാളെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്തൊക്കെ വരുമ്പോൾ കുറച്ച് സമയം കുറച്ച് ഇതും പോകും. പക്ഷേ എന്നാലും ഞാൻ പോയി ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ട് സാറിന് എന്നേക്കാൾ സന്തോഷമുള്ള ഒരാൾ സാറാണ്. അതാണ്. അപ്പോൾ അല്ല, പിന്നെ ലോകത്തെ എല്ലാറ്റിനും പകരത്തിന് ആളുണ്ടല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ പോയാലും നമ്മുടെ പകരത്തിന് വേറൊരാൾ അവിടെ റീപ്ലേസ് ചെയ്ത് വരും. അപ്പോൾ അത് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ചിലപ്പോൾ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഏത് കമ്പനി ട്രെയിനിങ്ങിന് പോയാലും അവരോട് പറയണം, തൊഴിലാളിയോട് പറയണം, ഡെഫിനറ്റ്ലി നിങ്ങൾ ഇവിടുത്തെ നല്ല തൊഴിലാളിയാണെങ്കിലേ നിങ്ങൾക്ക് നാളെ നല്ല മുതലാളിയാകും. നമ്മുടെ വെർജിൻ ഫ്ലൈറ്റ്സിൻ്റെ റിച്ചാർഡ് ബ്രാൻസൺ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഈ സ്റ്റാഫുകൾ എങ്ങനെ ട്രെയിൻ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഏതൊരു കോമ്പറ്റേറ്റർക്കും റിക്രൂട്ട് ചെയ്യാൻ തോന്നുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിനെ വളർത്തുക, അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ചോദ്യം വന്നു, അപ്പോൾ അവർ വിട്ടുപോകില്ലേന്ന് ചോദിച്ചു. സ്വന്തം ഫാമിലിയെ പോലെ അവരെ സ്നേഹിക്കുക, അപ്പോൾ അവരൊരിക്കലും വിട്ടുപോകില്ല. ഈ രണ്ട് സാധനം കൂടി കണക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇപ്പം നിങ്ങൾ ബാംഗ്ലൂർ ചെന്നിട്ട് ഏതെങ്കിലും കമ്പനികളിൽ ചെന്നിട്ട് ഫ്രഷ് ടു ഹോമിൻ്റെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആയിട്ട് ഫ്രഷ് ഹോമിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും അല്ലേ, ഒരു വാല്യൂ ഉണ്ട്. അത്തരം ഒരു ഒന്ന് നമ്മൾ അതുപോലത്തെ ഒരു ബ്രാൻഡിനെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ തൊഴിലാളികളും ജോലിക്കാരെല്ലാവരും അതുപോലെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നുണ്ട് ഇല്ലേ. ഞങ്ങളുടെ ഒരു ടോപ്പ് ലെവൽ ആൾക്കാർക്കൊക്കെ ഞങ്ങൾ ഷെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ കമ്പനിയാന്നേ, അല്ലാതെ എൻ്റെയോ ഷാൻ്റെയോ ഞങ്ങൾ 8 കോഫൗണ്ടേഴ്സിൻ്റെ കമ്പനി അല്ല ഇത് അവരുടെയും കൂടി കമ്പനിയാണ്. ആ ഒരു ഫീൽ നിങ്ങൾ വരുത്തുന്നത് അവർക്ക് ഉണ്ടാക്കണം. അത് സ്വാഭാവികമല്ല. അവരുടെ കഷ്ടപ്പാടിന് അവർക്കൊരു പ്രതിഫലമുണ്ട്. അവർ ശമ്പളത്തിനൊക്കെ അപ്പുറത്ത് ഈ കമ്പനി വളരുന്നത് എനിക്കും നല്ലതാണെന്നൊരു ഫീലിംഗ് ഉണ്ടാകുന്നത് ഏതൊരു കമ്പനിയുടെയും വളർച്ചയ്ക്ക് നല്ലതാണ്. ഒരു പേഴ്സണൽ ഓണർഷിപ്പ് എടുക്കാനുള്ള ഒരു ഫീൽ. ഉറപ്പായിട്ടും. അങ്ങനെ നമ്മുടെ ബിസിനസ്സിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ സാർ, എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാൻ? ഇപ്പം നമ്മൾ ഫ്രഷ് ഹോം ഇന്ത്യയിലും UAE ഉള്ളത്. ഞങ്ങളൊരു ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഫ്രഷ് ടു ഹോമിൻ്റെ ബ്രാൻഡിലുള്ള പ്രൊഡക്റ്റുകളെ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൻ്റെ ഒരു ആദ്യപടിയായിട്ട് നമ്മൾ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾ ദുബായിലും ഒരു എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളൊരു ഇപ്പം എൻ്റെ ഒരു സ്വപ്നം പറയാം, അമേരിക്കയിലെ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ അവിടെ ഫ്രഷ് ടു ഹോമിൻ്റെ ബ്രാൻഡിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ സ്റ്റാൻഡിലിരിക്കുക എന്നത് എന്നെ സംബന്ധിച്ചൊരു സ്വപ്നമാണ്. ഒരു അയലിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ബ്രാൻഡിൽ എൻ്റെ ബ്രാൻഡിലൊരു പ്രൊഡക്റ്റ് അവിടെ ഇരിക്കുന്നു, ആൾക്കാർ വന്നത് വാങ്ങുന്നു. അത് ഇന്ത്യയിൽ ചിലപ്പോൾ ഇപ്പോൾ വാങ്ങുന്നുണ്ട്, പലയിടത്തും ഞങ്ങളുടെ ബ്രാൻഡിൽ പല സാധനങ്ങളും വാങ്ങുന്നുണ്ട്, UAE വാങ്ങുന്നുണ്ട്. ലോകത്തിലെല്ലാ രാജ്യത്തും ഏത് സൂപ്പർ മാർക്കറ്റ് ചെന്നാലും ഫ്രഷ് ഹോം കാണാം നിങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പെപ്സിയും കൊക്കക്കോളൊക്കെ ഇരിക്കുന്ന പോലെ മുഴുവൻ പ്രൊഡക്റ്റ് അല്ലെങ്കിലും കുറച്ച് പ്രൊഡക്റ്റ് എങ്കിലും ഞങ്ങളുടെ ഒരു ബ്രാൻഡിൽ ലോകത്ത് എത്തിക്കുക എന്നൊരു മോഹമുണ്ട്. നടക്കാമല്ലോ, കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു ചെറിയൊരു സ്വപ്നത്തിൽ നിന്നാണല്ലോ ഇത് തുടങ്ങിയത്. അപ്പം അതെന്തായാലും നടക്കട്ടെ. മറ്റ് വെർട്ടിക്കലുകളിലേക്ക് ഒരേ സമയത്ത് ഡിഫറെൻറ്റ് വെർട്ടിക്കലിലുള്ള ബിസിനസ്സുകൾ തുടങ്ങുന്നതിനെ പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താ? എപ്പോഴും നമ്മളിപ്പോൾ ഫ്രഷ് ടു ഹോം മീനും മീറ്റും തുടങ്ങിയെന്ന് പറഞ്ഞ് പിന്നെ ജീവിതകാലം മുഴുവൻ മീനും മീറ്റും മാത്രമേ ചെയ്യാവുള്ള എന്നൊരു നിയമമില്ല. അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നമ്മൾ സാംസങ്ങിനെ കേട്ടിട്ടുണ്ട്. സാംസങ് ഒരു ചെറിയ കടയായിരുന്നു. ആ കടയിൽ ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരുന്നത് ഉണക്കമീനായിരുന്നു. അപ്പോൾ ആ സാംസങ്ങുകാർ അന്ന് തീരുമാനം നമ്മൾ കടയാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയല്ല, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരണം. കാലത്തിനനുസരിച്ച് മാറാതെ നമ്മുടെ ITC ഇന്ത്യയിൽ അല്ലേ, ഇന്ത്യൻ ടുബാക്കോ കമ്പനിയായിരുന്നു അത്. അവനിന്ന് അതാണ്. അത് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ട് നമ്മൾ മാറണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. നാളെ ഫ്രഷ് ടു ഹോം ഇപ്പം ഞാൻ മാത്രമാണ് മീനിലും മീറ്റിലും ഡൊമൈൻ എക്സ്പെർട്ട് എന്ന് പറയാനുള്ള ഒരാൾ. പക്ഷേ എൻ്റെ ബാക്കി പാർട്ട്നേഴ്സ് എല്ലാവരും അവരെല്ലാം IT-കാരാണ്. ഒരുപക്ഷെ ഞങ്ങൾ നാളെ ഒരു IT തുടങ്ങുമായിരിക്കും. അത് തുടങ്ങാൻ മേലെ നിയമമൊന്നുമില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സാധനത്തെ മാത്രം ഇത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, ഇത് മാത്രമായിരിക്കും എൻ്റെ അവസാനം വരെ എന്ന് നമ്മൾ ചിന്തിക്കുകയോ ചെയ്തതെന്നാണ് എൻ്റെ പക്ഷം. നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ലോകം എന്താവശ്യപ്പെടുന്നു, കസ്റ്റമർ എന്താവശ്യപ്പെടുന്നു എന്നതിലേക്ക് നമ്മൾ തിരിയണമെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അത് നമ്മുടെ സാഹചര്യവും നമ്മുടെ അതിനുള്ളൊരു കഴിവും അങ്ങനത്തെ ഒരു പ്രത്യേകത ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കയറി തുടങ്ങണം. ഒരു കസ്റ്റമർ കെയറിലേക്കോട്ട് വരികയാണെങ്കിൽ ഒരു ബിസിനസ്സിൽ സാറിൻ്റെ ഒരു ചിന്തയിൽ കസ്റ്റമറിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടാവും, അല്ലെങ്കിൽ ഹൗ ഇമ്പോർട്ടൻറ്റ് ഹീസ്? ഞങ്ങളെ സംബന്ധിച്ച് കസ്റ്റമറാണ് രാജാവ്. വെറുതെ മലയാളത്തിൽ രാജാവ് എന്ന് പറഞ്ഞതല്ല, അതാണ്. കാരണം ഇപ്പം നിങ്ങൾ മാർക്കറ്റിൽ പോയി ഒരു മീൻ മേടിച്ചെന്ന് വെച്ചു, ഈ സീറ്റ് ഹോം വന്നപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ ചേഞ്ച് എന്താണെന്നറിയോ? സീറ്റ് ഹോം ഇന്ത്യയിൽ വന്നപ്പോൾ ഉണ്ടാക്കിയ ചേഞ്ച്
അന്ന് നിങ്ങൾ മീൻ വാങ്ങിയിട്ടുണ്ട്, മീൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നുകിൽ നിങ്ങൾ മാർക്കറ്റിൽ പോകണം, അല്ലെങ്കിൽ ഹാർബറിൽ പോകണം, അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ ചിലപ്പോൾ വീടുകളിൽ കൊണ്ടുവന്ന് തരുന്നവരുണ്ടാവും. ഇതിനും അപ്പുറത്തേക്ക് പോയാൽ അവിടെ അങ്ങനത്തെ പരിപാടിയില്ല. പക്ഷേ അതൊന്നും എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നിങ്ങളോട് ആൻസറബിൾ അല്ലേ അവർ ഒന്നും പറയില്ല. അവർക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. ചീഞ്ഞ മീനാണെങ്കിൽ ചീഞ്ഞ മീൻ വാങ്ങി വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോഴാണ് സീറ്റ് ഹോം വരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഞങ്ങൾ ആൻസറബിൾ ആണ് എന്ന് പറഞ്ഞാണ് നിങ്ങളുടെ വീട്ടുപടിക്കലേക്ക് സാധനം കൊണ്ടുവരുന്നത്. അതാണ് ജനം ഏറ്റെടുത്തത്. അല്ലാതെ ഈ കസ്റ്റമറോട് എൻ്റെ ബന്ധുക്കാരോ സ്വന്തക്കാരായിട്ടല്ല, അല്ലേ? ഒരു സ്നേഹവും ഒരു പരിചയമില്ലാത്ത ആൾക്കാരും നമ്മളെ ഏറ്റെടുക്കാൻ കാര്യം, ഒരു പരസ്യം ഇല്ലാണ്ട് ഏറ്റെടുക്കാൻ കാര്യം നമ്മളിങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ സർവീസ് അവർക്ക് കിട്ടിയിട്ട് അവർക്ക് ആ സർവീസിൽ നമ്മൾ പറഞ്ഞതിനേക്കാളും ഹാപ്പി ആയിരുന്നു കസ്റ്റമർ. അതുകൊണ്ടാണ് അവർ മൗത്ത് ടു മൗത്ത് പറഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ ബ്രാൻഡാക്കി മാറ്റിയത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പരസ്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് കസ്റ്റമർ എപ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ മാർക്കറ്റിന് വേണ്ടി നമ്മളിത് 1/2 കിലോ 1 കിലോയുടെയൊക്കെ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് 24,000 കിലോയാണ് ഒരു കണ്ടെയ്നറിൽ പോകുന്നത്. ഇതൊരു കസ്റ്റമറുടെ വീട്ടിലേക്ക് 1 കിലോയുടെ പോകുന്നത്, മനസ്സിലായി? അപ്പോൾ ഈ ഓവർ ഹെഡ് ബിൽസ് കൂടൂലേ? ഉറപ്പായിട്ടും പ്രൈസ് കൂടും. പ്രൈസ് സ്വാഭാവികമായിട്ടും കൂടില്ല, പ്രൈസ് കൂടും. പക്ഷെ അത് കസ്റ്റമർ ഹാപ്പിയാണ്. പക്ഷേ മാത്രമല്ല ഞങ്ങളുടെ പ്രൈസ് ഇങ്ങനെയെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കംപ്ലയിൻ്റ് എന്താണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ വെക്കുന്ന കസ്റ്റമേഴ്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കംപ്ലയിൻറ്റ് അവരുടെ വില കൂടുതലാണെന്നായിരിക്കും. എനിക്കറിയാം, അതാണ് ഞങ്ങളുടെ കംപ്ലയിൻറ്റ്. പക്ഷേ ഞങ്ങൾ ആ വില കുറച്ച് വേണേൽ കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ക്വാളിറ്റി ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യണം. മത്തി നമ്മുടെ കടപ്പുറത്ത് നടക്കുന്ന മത്തിക്ക് 160 രൂപ 120 രൂപ വിലയുള്ളപ്പോൾ 80 രൂപയ്ക്കും 60 രൂപയ്ക്കും 110 രൂപയ്ക്കും മാർക്കറ്റിൽ മത്തി വിൽക്കുന്നുണ്ടെന്ന് ഞങ്ങളുടെ ടീമുണ്ട്. മാർക്കറ്റ് റേറ്റ് പഠിക്കുന്നൊരു ടീമുണ്ട് ഞങ്ങൾക്ക്. ആ ടീം എല്ലാ ദിവസവും ഞങ്ങളോട് പറയും ഇന്ന മാർക്കറ്റിൽ ഇത്ര രൂപയേ ഉള്ളൂ, നമ്മുടെ ഇത്രയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ആ മത്തി സപ്ലൈ ചെയ്ത സ്ഥലത്തു നിന്ന് ബൾക്കായിട്ട് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കൊടുക്കാൻ വിലയ്ക്ക്. അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതാണോ നിങ്ങളുടെ വില? പിന്നെ എനിക്ക് തോന്നുന്നു ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് നമ്മളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ ക്വാളിറ്റിയാണോ കോംപ്രമൈസ് ചെയ്യേണ്ടത്, അതോ നിങ്ങൾ വിലയാണോ എന്താണ് നിങ്ങളുടെ തീരുമാനം? നമ്മൾ തീരുമാനിക്കണം. ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമ്മൾ ഫോക്കസ് അല്ലേ? നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട് അവരോട്, ആ വാക്ക് പാലിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ പണി നിർത്തിയിട്ട് പോകണം. പിന്നെ വില കുറച്ച് കൊടുത്ത് ബിസിനസ് പിടിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കഴിവ് ഒന്നും അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നണം, അല്ലേ? ഇന്ന് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സാധനമാണിത്. വില കുറച്ച് കൊടുത്തിട്ട് സാധനം വിൽക്കുക എന്നത് വലിയ കഴിവ്. വില കുറയ്ക്കുന്നത് നമ്മുടെ പ്രോഫിറ്റ് നിന്നാണ് നമ്മൾ കുറയ്ക്കുന്നത്. പ്രോഫിറ്റ് നിന്നായിരിക്കില്ല, നമ്മൾ നമ്മുടെ ക്വാളിറ്റിയിൽ അധികം ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത് നമ്മൾ അവരോട് പറഞ്ഞ വാക്കിൽ കോംപ്രമൈസ് ചെയ്യും. അതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ അവരോട് പറഞ്ഞ വാക്കും നിങ്ങളുടെ ക്വാളിറ്റിയും നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡും നിങ്ങൾക്ക് സൂക്ഷിക്കുകയാണോ വേണ്ടത്, അതോ കച്ചവടം കൂടുതൽ കിട്ടാൻ ഇതെല്ലാം കളഞ്ഞിട്ട് വില കുറയ്ക്കുകയാണോ വേണ്ടത് എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ കച്ചവടം കിട്ടിയാലും അത് നീണ്ടുപോകില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. ക്വാളിറ്റി കുറച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. സാറിൻ്റെ ഒരു റീല് കാണുകയുണ്ടായി, ഒരു തീപ്പെട്ടി കഥ ഇന്ത്യൻ മാർക്കറ്റിനെ കണക്ട് ചെയ്തുകൊണ്ട്. നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് എന്താണ് സാർ അതിൻ്റെ വല്ല അപ്ഡേഷൻസോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? തീപ്പെട്ടിയുടെ കഥ ഞാൻ പറഞ്ഞതേ, ഞാൻ പറഞ്ഞ ചില ആൾക്കാരെ തീപ്പെട്ടി എന്ന വസ്തുവിനല്ല ഞാൻ പറഞ്ഞത്, അത്രയും വില കുറഞ്ഞ സാധനമായാലും നിങ്ങൾക്ക് ഇവിടെ 10% ആൾക്കാർ വാങ്ങിയാൽ പോലും നിങ്ങൾ ലോകത്തിലെ വലിയ ആൾക്കാരായി മാറുമെന്ന് ഞാൻ പറഞ്ഞ പുതിയ വർഷം ഞാൻ പറയാം. നിങ്ങൾ LIC ഇല്ലേ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന LIC എന്ത് വലിയ കമ്പനിയാണ്, അല്ലേ? ഇന്ത്യയിലെ വലിയ കമ്പനിയാണ്, ലോകത്തിലെ തന്നെ വലിയ എണ്ണപ്പെട്ട കമ്പനി, അല്ലേ? 2024-25 ഈ വലിയ എണ്ണപ്പെട്ട കമ്പനി ഇന്ത്യയിൽ എത്ര പുതിയ പോളിസികൾ വിറ്റുമെന്നറിയോ? എത്രയാണ്? 2,04,00,000 പോളിസികളാണ് ആകെപ്പാടെ അവർ ഇന്ത്യയിൽ വിറ്റ പുതിയ പോളിസികൾ ഒരു വർഷം. ഈ 2,04,00,000 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനസംഖ്യയുടെ 140 കോടിയുടെ 1.5% അതായത് ഇന്ത്യൻ ജനസംഖ്യയുടെ 1.5% ആൾക്കാർ മാത്രം ഒരു വർഷം പോളിസി പുതിയതെടുത്തപ്പോൾ LIC ലോകത്തിലെ നമ്പർ 1 കമ്പനി ആണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. ആ മാർക്കറ്റിലാണ് ഞാനും നിങ്ങളും നിന്ന് കളിക്കുന്നത്. ഇത് ഞാനും നിങ്ങളും ഇവിടെ എൻ്റെ ജനത്തിന് ആവശ്യമായ പ്രൊഡക്റ്റ് കൊടുത്തില്ലെങ്കിൽ ഞാൻ ആപ്പിളിൻ്റെ വാച്ച് കെട്ടിയേക്കണം. ഈ ക്വാളിറ്റിയുള്ള ഈ ബ്രാൻഡുള്ള ഒരു സാധനം എനിക്ക് എൻ്റെ രാജ്യത്ത് കിട്ടാതെ വന്നപ്പോഴാണ് ഞാനും നിങ്ങളും ആപ്പിൾ തേടി പോയത്. അപ്പോഴാണ് ആപ്പിളുകാരന് മനസ്സിലായത് എന്നേക്കാൾ അവൻ്റെ മാനുഫാക്ചറിങ് ചെയ്യുന്ന രാജ്യത്തേക്കാൾ വലിയ മാർക്കറ്റ് ഇന്ത്യയാണ് എന്ന് കണ്ട് അവൻ ഇന്ത്യക്ക് വേണ്ടി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പോരായ്മ അതാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന എത്രയോ ബ്രാൻഡുകൾ വന്ന് വിറ്റ് മാറ്റുന്നുണ്ട്. വലിയൊരു കൺസ്യൂമർ കൺട്രിയും നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ വലിയ കൺസ്യൂമർ സ്റ്റേറ്റാണ്. ഈ സ്റ്റേറ്റിലോ ഈ രാജ്യത്തോ
ഇതുപോലത്തെ ലോകം മുഴുവൻ വിറ്റുമാറ്റപ്പെടുന്ന ഒരു ബ്രാൻഡ് നമുക്ക് പറയാനുണ്ടോ? നമ്മുടെ ആൾക്കാർ എന്തുകൊണ്ടാണ് ബുദ്ധിയില്ലാത്തവരാണോ, കഴിവില്ലാത്തവരാണോ? ഈ ചിലപ്പോൾ ഈ ടോപ്പ് ബ്രാൻഡുകളൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ആളുകളുമായിരിക്കും. ഉറപ്പായിട്ടും ഞങ്ങളെ ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ട് അത്തരം കമ്പനികളിലേക്ക് ഏറ്റവും ടോപ്പിലെ പല പൊസിഷൻ ആൾക്കാരെ അറിയാം. ഉറപ്പ് ഞാൻ പറയാം, ഒരു 25 ടോപ്പ് പൊസിഷൻ എടുത്താൽ 2 പേരെങ്കിലും മലയാളികളായിരിക്കും. ഏത് കമ്പനി എടുത്തു നിങ്ങൾ. അപ്പോൾ നമ്മുടെ കുട്ടികളെ കഴിവില്ലാഞ്ഞിട്ടല്ല, അവരെ നമ്മൾ ഉപയോഗിക്കാഞ്ഞിട്ടാണ്. അതാ ഇവിടുന്ന് സ്ഥലം മാറി പോകുന്ന കുട്ടികളെ കുറ്റം പറ്റിയ കാര്യമില്ല. എന്തൊരു കാര്യം പറഞ്ഞാലും ഇവിടെ ആദ്യം പറയാ ഇവിടെ ഇത് പോപ്പുലേഷൻ കൂടുതലാണ്, പോപ്പുലേഷനാണ് നമ്മുടെ ശാപം എന്നാ പറയാം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാൻ പവർ ആണത്. പോപ്പുലേഷൻ നമ്മുടെ പവർ. അതെ, അതാണ് നമ്മുടെ പവർ. ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് ബ്രൂണെ പോയി. ലോകത്തിലെ ഏറ്റവും സമ്പത്തുള്ള രാജാവ് എന്നൊക്കെ. ബ്രൂണയിലെ മൊത്തം ജനസംഖ്യ 4,40,000 ആൾക്കാരുള്ളൂ. തൃശ്ശൂർ അതിനൊക്കെ കൂടുതലാണ്. ഞാൻ മേഡം എൻ്റെ പഞ്ചായത്തിലുണ്ടല്ലോ ഒരു മനസ്സിലായി. അതാ ജനസംഖ്യയാണ് നമ്മുടെ ബലം. അടുത്ത 10-15 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ 2ാമത്തോ 3ാമതോ ആയി മാറും. അത് നമ്മുടെ മാർക്കറ്റിൻ്റെ പവറാണ്. ഉറപ്പായിട്ടും. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഫ്രഷ് പോകും, ഞങ്ങൾ ഈ ചെയ്യുന്ന കച്ചവടം ബ്രൂണെ പോയൊരു കമ്പനിക്ക് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും കൂടി ദിവസം വാങ്ങിച്ചാൽ 4,40,000 പേരല്ലേ ചിലവുള്ളൂ, അല്ലേ? അവർ കൂടി എന്തോ അവിടെ അത്ര ഉള്ളെന്ന് അവിടെ ആൾക്കാർ മൊത്തം. പിന്നെ അവിടെ ചെയ്തിട്ട് കാര്യം. അപ്പോൾ മാർക്കറ്റിംഗ് ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ. അത് നമ്മൾ ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവെ പക്ഷെ പറയുന്നത് നേരെ തിരിച്ചാണ്. നാട്ടിൽ നിവൃത്തിയുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യരുത്, പുറത്ത് പോയിട്ട് ബിസിനസ് ചെയ്യുക എന്ന് പറയുന്ന അതെന്താണെന്നറിയാം, അത് ഈ നമ്മുടെ നാട്ടിൽ മാത്രം ഇട്ടാവട്ടം കറങ്ങുന്ന ആൾക്കാരിലാണ് കുറച്ചുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ ബുദ്ധിമുട്ടുകളില്ല എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ലോകത്ത് എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത്? എല്ലായിടത്തും ഉണ്ടെന്ന് ബുദ്ധിമുട്ട്. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലേ? മുഴുവൻ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാലെങ്കിലും വേറെ പല പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും. അതൊക്കെ എല്ലായിടത്തും ഉണ്ടാകും. പിന്നെ വേണമെങ്കിൽ ഈ നാട്ടിലെ പ്രശ്നത്തെ നമുക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാമല്ലോ. നിങ്ങൾ കേരളത്തിൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ പറയുന്നത്. ഞാൻ പറയുന്നത് അതിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് കാണുന്നത്. ആ പ്രശ്നങ്ങളെയൊക്കെ നിങ്ങൾ കേരളത്തിൽ തന്നെ ബിസിനസ് തുടങ്ങി നിങ്ങൾ ഫേസ് ചെയ്യും. നിങ്ങൾ അതിനെ ഫേസ് ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലോകത്ത് എവിടെ പോയി ചെയ്യാം. നിങ്ങൾ അതിനെ എന്തിനേയും നമ്മൾ പോസിറ്റീവായ രീതിയിൽ എടുക്കണം. അല്ലാതെ നെഗറ്റീവ് കാണാൻ മാത്രം നിൽക്കുവാണെങ്കിൽ നെഗറ്റീവ് മാത്രമേ കാണാൻ പറ്റൂ. നമ്മളെല്ലാത്തിനും പോസിറ്റീവായിട്ട് എടുക്കുക. ഇന്ന് കേരളത്തിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം, അവരുടെ ചിന്താഗതി എല്ലാം മാറിയിട്ടില്ല. ഒരു നമുക്ക് പറ്റിയ കുറേ അബദ്ധങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച കുറേ രാഷ്ട്രീയ ചിന്തകളാണ്, അല്ലേ? അതായത് ഇവിടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴത്തെ കാര്യമില്ല ഞാൻ പറഞ്ഞു. ഒരു 10-20 വർഷം മുമ്പ് അവരൊക്കെ വലിയ വലിയ സ്റ്റാറ്റസ് ഉള്ളവർ. ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ ആരെയോ ഊറ്റി ജീവിക്കുന്ന മനുഷ്യൻ, അല്ലേ? ആരുടെയോ ചോര ഊറ്റി ജീവിക്കുന്ന മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ ബിസിനസ്സുകാരെ കണ്ടിരുന്നു. ആ കാഴ്ചപ്പാടാണ് നമ്മൾ ഇത്രയും പുറത്തോട്ട് വലിച്ചത്. ഇപ്പോൾ പക്ഷേ കഴിഞ്ഞൊരു 5-10 വർഷമായിട്ട്, അല്ല ഒരു 10-15 വർഷമായിട്ട് നമ്മുടെ ചിന്തകളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്ക് വലിയ രീതിയിൽ നമ്മുടെ പുറത്തുപോയ മക്കളൊക്കെ പോയി വലിയ വലിയ കമ്പനി ജോലി ചെയ്യുന്ന പോലത്തെ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമായിരിക്കും. കാരണം നമ്മുടെ കുട്ടികൾ അത്ര കഴിവുള്ള കുട്ടികളാണ്. അതെ അതെ. അല്ല, ഈ പുറത്ത് പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് ഞാനും പുറത്ത് പോയി പഠിച്ച ആളാണ്. ഞാൻ 2004 യൂറോപ്പിൽ പഠിക്കുന്നത്. ഞാൻ എന്നിട്ട് ഇവിടെയാണ്, നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. ഈ ട്രെൻഡൊക്കെ മാറും. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഓളത്തിൻ്റെ പുറത്ത് കുറച്ച് പേര് അങ്ങോട്ട് പോയിട്ടാണ്. ഈ പോകുന്ന ആളുകൾക്ക് മുഴുവൻ അവിടെ സെറ്റിൽ ആവാനൊന്നും പറ്റില്ല. കഴിഞ്ഞ വർഷം മാത്രം എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് പോയത് 2.5 ലക്ഷം കുട്ടികളാണ്. പക്ഷെ അത് ഈ വർഷം കുറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും ഡിപ്പ് വരും, ഇനിയും ഡിപ്പ് വരും. അവിടെ സെറ്റിൽ ആവാൻ നടക്കുന്ന കാര്യം. ഇത്രയും പുറത്തൊന്നും പോകണം. നമ്മൾ കഴിഞ്ഞൊരു 15 വർഷം മുമ്പ് വരെ, അല്ല ഒരു 10 വർഷം മുമ്പ് വരെ കേരളത്തിൽ ഈ റോഡിന്റെ പണിയൊക്കെ ചെയ്യാൻ ആരാ വന്നോണ്ടെന്ന് അറിയോ? മുഴുവൻ തമിഴന്മാരായിരുന്നു. ഇന്നൊരു തമിഴിനെ കാണാനുണ്ടോ? കാണാനില്ല. വളരെ അപൂർവമുള്ളവർ, അല്ലേ? കാരണം അവരുടെ സംസ്ഥാനത്തിന്റെ നിറം മാറി, അവരുടെ സംസ്ഥാനത്തിന്റെ സ്വഭാവം മാറി, അവന്റെ വരുമാനത്തിന്റെ സ്രോതസ് മാറി, അവന്റെ വരുമാനത്തിന്റെ പവർ മാറി. അവരെല്ലാം അവരുടെ സ്ഥലത്തേക്ക് തിരിച്ചുപോയി. അല്ല, ഇവിടെ വന്നൊരു ഒരു ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷ എഴുതുന്നവരൊക്കെ ജയിക്കുവാണേ. ഇപ്പം SSLC എഴുതിയതിൻ്റെ റിസൾട്ട് വന്നു കണ്ടില്ലേ? 99.5% ആളുകൾ ജയിക്കുവാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. നമ്മുടെ ഒരു ഞാൻ മുമ്പ് പറഞ്ഞ പോലത്തെ ഒരു രാഷ്ട്രീയ ചിന്താഗതിയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അത് നമ്മുടെ മാതാപിതാക്കളാണ്. നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സിൽ മുഴുവൻ 100% മാർക്കും. അത് കുറച്ച് അധ്യാപകർ മാറ്റേണ്ടതുണ്ട്. പാഠം പഠിച്ച് 100% മാർക്ക് മേടിക്കുന്നവനാണ് വലിയ ആള് എന്നൊരു ധാരണ കുറേ ആൾക്കാരുണ്ടാക്കുക. അതുകൊണ്ട് തന്നെയാണ് അപ്പുറത്തെ കൊച്ചിന് എല്ലാത്തിനും A+ കിട്ടി, എൻ്റെ കൊച്ചിന് 2 A+ കുറവാണെങ്കിൽ നാണക്കേടുള്ള ടെൻഷൻ അടിച്ച് നടക്കുന്ന മാതാപിതാക്കൾ എത്രയോ ഉണ്ട്. എന്നാൽ അവർ ആലോചിക്കണ്ടേ, നാളെ ഈ A+ മേടിച്ച് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഈ പയ്യൻ തുടങ്ങുന്ന കമ്പനി വന്ന് ജോലി ചെയ്യും. അതും ആലോചിക്കില്ലേ?
ഈ അത് മാത്രമല്ല സാർ, ഈ A+, 10A+, SLC കിട്ടുന്നത് +2 അഡ്മിഷൻ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുന്ന A+കളോ അല്ല നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുന്ന ഗ്രേഡുകളോ ഒന്നും അവരുടെ ജീവിതം തീരുമാനിക്കില്ല. ഇതൊക്കെ നമ്മളുടെ വിദ്യാഭ്യാസപരമായ നമ്മുടെ ബുക്കിൻ്റെ അപ്പുറത്തെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി മാത്രമേ ഇതിനൊക്കെ ഒരു പ്രസക്തിയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിനൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് A+കളല്ല. ഞാൻ എപ്പോഴും പറയും മാതാപിതാക്കളോട് പറയുന്നൊരു കാര്യമാണ്, എല്ലാ മക്കളിലും ഏതൊക്കെയോ കഴിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഈശ്വരവിശ്വാസികളായതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയോ, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകളുടെ ഉള്ളിൽ എന്താണോ അങ്ങ് നിക്ഷേപിച്ചിട്ടുള്ളത് അതിനെ വെളിവാക്കി തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ മീൻ കച്ചവടം ചെയ്യാൻ പോയ സ്ഥാനത്ത് എൻ്റെ അപ്പൻ എന്നെ ഡോക്ടറാക്കാൻ വിട്ടിരുന്നെങ്കിലോ, അഡ്മിഷൻ കിട്ടിയാലോ പോട്ടെ, അതോ പോയിരുന്നെങ്കിൽ ഒരു കമ്പൗണ്ടർ പോലും ആകാൻ പറ്റില്ലായിരുന്നു അല്ലേ. അതുപോലെ നമ്മളെല്ലാ കുട്ടികളെയും നമ്മുടെ മാതാപിതാക്കൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യും. ഇപ്പം എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പനും അവനെ കണ്ടുപിടി അവനെ ആകാൻ എന്നെ കൊണ്ട് പറ്റിയില്ലെന്ന്, ഞാനാകാൻ അവനെ കൊണ്ടും പറ്റില്ല. ഇല്ലേ, ധോണി മുടി നീട്ടി വളർത്തി ഇവിടെ എല്ലാവരും മുടി നീട്ടി വളർത്തിയാണ്, അതുകൊണ്ട് ധോണി ആകാൻ പറ്റുമോ? പറ്റിയില്ലെന്ന്. ഓരോരുത്തർക്ക് അവനവൻ്റെതായ കഴിവുകളുണ്ട്. ആ കഴിവുകളുടെ സ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ കഴിവിൻ്റെ വഴിയിലൂടെ നമുക്ക് വളരാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് അവനാകണം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറഞ്ഞു, വയലാർ രാമവർമ്മ എൻ്റെ കായലിൻ്റെ അങ്ങേക്കരയിലാണ്. അദ്ദേഹം കായലിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് കായലിലെ ഓളങ്ങളെയാണ്. ഞാൻ കണ്ടത് ആ കായലിൽ കുടുംബ മീനിന്. അപ്പോൾ അദ്ദേഹം എഴുതി കൈതപ്പുഴ കായലിലെ കാറ്റിൻ്റെ കയ്യിൽ നമുക്ക് ഗംഭീരമായൊരു പാട്ട് കിട്ടി അല്ലേ. പക്ഷെ എന്ന് വെച്ചിട്ട് അദ്ദേഹം മീൻ കച്ചവടം ചെയ്യാൻ പോയിരുന്നെങ്കിലോ? അതെ. ഇത് പറഞ്ഞ് ഞാൻ കവിത എഴുതാൻ പോയിരുന്നെങ്കിൽ എന്നെ ഈ വഴിക്ക് പോലും കയറ്റിയില്ലായിരുന്നു. അപ്പോൾ അത്രയും വലിയ മനുഷ്യനും അവിടുന്ന് തന്നെ ജനിച്ചത്. രണ്ട് കായലിൽ അങ്ങേരിലും ഇങ്ങേക്കരയിലും നിന്ന് ഞാൻ അദ്ദേഹമായിട്ട് കമ്പയർ ചെയ്യില്ല കേട്ടോ. ഓരോ മനുഷ്യനും അവനവൻ്റെതായ എന്തൊക്കെയോ അവനവൻ്റെ ഉള്ളിലുണ്ട്. അതിനെ തേച്ച് മിനുക്കി കൊടുക്കുന്നതാവണം വിദ്യാഭ്യാസം. ഇത് ഏത് കഴിവുള്ളവനും ഏത് പവറുള്ളവനും ഏത് ശക്തിയുള്ളവനും ഏത് ഇൻട്രസ്റ്റ് ഉള്ളവനും ഒരേ പുസ്തകം പഠിച്ചുകൊണ്ട് പോകും. അപ്പോൾ ചോദിക്കും +2 ആകുമ്പോൾ മാറുന്നില്ലേ? +2 ആകുമ്പോൾ ആ കാര്യമില്ലെന്നേ. വിദേശത്തൊക്കെ പഠിക്കുമ്പോൾ ഒരു 6ാം ക്ലാസ് 5ാം ക്ലാസ് ആകുമ്പോൾ അതിന് മുമ്പ് തന്നെ അവൻ്റെ ടേസ്റ്റ് നമ്മൾ അറിഞ്ഞ് അവനെ തിരിച്ചു വിടണം. കൂടുതലും എനിക്ക് തോന്നുന്നു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെയാണ് കൂടുതലും പിന്നെ അവർ ഫോക്കസ്. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ രീതി കുറേയൊക്കെ മാറി വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് പക്ഷേ ഒരു കോളേജ് ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ആ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് 8 വർഷമായിട്ട് MBAയുടെ സിലബസ് മാറ്റിയിട്ടില്ല. 8 വർഷമായിട്ട്. 8 വർഷം മുമ്പുള്ള ഒരു MBA സിലബസ് പഠിച്ച വിദ്യാർത്ഥി പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യാനാണ് അവൻ? ബിസിനസ് ഒക്കെ മാറിയിട്ടുണ്ട്. ബാക്കിയെല്ലാം പോട്ടെ, ഗൂഗിൾ പേ എന്നുണ്ടായിരുന്നോ? ഇത്രയും കാലത്തിന്റെ മാറ്റങ്ങൾ അവർക്ക് കൊടുക്കണ്ടേ നമ്മൾ? അതും ഈ ലാസ്റ്റത്തെ 8 വർഷം ഭയങ്കര ഓരോ സെക്കൻഡ് മാറിയിട്ടുണ്ട് അല്ലേ. പിന്നെ ഓരോ സെക്കൻഡ് മാറിപ്പോയത്. ഇതൊന്നും ഇല്ലാതെ കുട്ടികളെ ഇങ്ങനെ 8 വർഷം മുമ്പുള്ള സാധനം പഠിപ്പിച്ചോണ്ടിരിക്കുക. ചെറിയ ക്ലാസ്സുകളിൽ ഇപ്പോഴും കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നുണ്ട്. പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൽ മോണിറ്റർ, കീബോർഡ്, മൗസ്, CPU. പക്ഷെ പിള്ളേരെ ചോദ്യം CPU എവിടെ? കാരണം ഇപ്പം എവിടെയും CPU കാണാനില്ല. അപ്പം കുട്ടികൾ ഭയങ്കര തപ്പലാണ്, ഇത് ഈ CPU ഇത് എവിടെ പോയി കിടക്കുകയാണ്. കാരണം കൊച്ചുപയോഗിക്കുന്നത് മാക്ബുക്കാണ്. അപ്പം മാക്ബുക്ക് ഉപയോഗിക്കുന്നവൻ CPU-യും ഫ്ലോപ്പി ഡിസ്കും CD ഒക്കെയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ. അപ്പോൾ അത് മാറണം. ആ ഒരു നമ്മളത് അപ്പോഴപ്പോൾ മാറിക്കൊണ്ടേയിരിക്കണം. അതിന് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കണം നമ്മൾ. അതൊക്കെ നമ്മുടെ പോരായ്മകളാണ്. ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ സാറിൻ്റെ അടുത്ത്. നമ്മൾ ഈ വ്യൂവേഴ്സിൽ കുറേ ആളുകൾ ഡൗൺ ആയിട്ട് കിടക്കുന്ന ആളുകളുണ്ട്. ചെറിയ ബിസിനസ് ചെയ്യുന്നു, അത് പൊട്ടുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന, ഡൗൺ ആയിട്ടിരിക്കുന്ന എനിക്ക് ഒരുപാട് ആളുകൾ അറിയാം. നമ്മുടെ വീഡിയോസ് കണ്ടിട്ടും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ചില വാക്കുകൾ കൊണ്ടെങ്കിലും ഒരു സൂത്തിങ് കിട്ടി എന്നൊക്കെ പറയുന്ന പല ആളുകളും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഈ വീഡിയോ കാണുവാണെങ്കിൽ അദ്ദേഹത്തോട് സാറിന് എന്താ പറയാനുള്ളത്? നിങ്ങളിപ്പോൾ എന്നെ കേൾക്കുന്നില്ലേ, അതുപോലെ ഞാൻ പരാജയപ്പെട്ടവനും വിജയിച്ചവനുമാണ്. നിങ്ങൾ പരാജയപ്പെട്ടവനെയും കേൾക്കണം. മനസ്സിലായി? നിങ്ങളെപ്പോഴും നമ്മൾ വിജയിച്ചവരെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു തോന്നലുണ്ട്. 2 വിധത്തിലാണ് ഇമ്പാക്റ്റ് ഉണ്ടാവും. ഒന്ന്, വിജയിച്ചവനെ കേൾക്കുമ്പോൾ ഒരു ഉത്സാഹമുണ്ട്. 2, ഒരു വിജയിച്ചവനെ കേൾക്കുമ്പോൾ തോറ്റിരിക്കുന്ന എനിക്ക് ചിലപ്പോൾ വീണ്ടും ഒരു നിരാശ ഉണ്ടാവും. ഞാനിത് തന്നെ ചെയ്തില്ല, എനിക്കൊന്നും ആകാൻ പറ്റില്ലോ, എനിക്കൊന്നും എത്താൻ പറ്റില്ലോ. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഇതിനൊരു നിരാശയുടെ മുഖം, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ബിസിനസ്സുകാരനാകണോ നിങ്ങൾ, 2 അറ്റത്തും ഒരേ സമചിത്തതയോടെ പോകാൻ തയ്യാറുള്ള മനുഷ്യൻ മാത്രമേ പണിക്കിറങ്ങാവുള്ളൂ. അല്ലാതെ ഇറങ്ങരുത്. അതെല്ലാ തലത്തിലും ആ 2 അറ്റം ഉണ്ടാവും. സ്റ്റാറ്റസിലുണ്ടാവും, സാമ്പത്തികത്തിലുണ്ടാവും, ജീവിത നിലവാരത്തിൽ, എല്ലാത്തിലും മാറിപ്പോവും. പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും നിരാശപ്പെടരുത്.
ഒരാളൊരു സ്ഥലത്ത് നിരാശപ്പെട്ടു അല്ലെ തോറ്റു എന്ന് അവിടെ കൊണ്ട് തീരുന്നില്ല. അങ്ങനെ തോറ്റെടുത്ത് വെച്ച് നിർത്താനായിട്ട് ഞാനൊക്കെ ഒരു 10-15 പ്രാവശ്യം നിർത്തി പോകേണ്ട കാര്യം. മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ല. അപ്പം നമ്മൾ നിരാശപ്പെടാതെ അടുത്ത വഴി ഉടനെ കണ്ടെത്തിക്കണം. അതിന് പൈസ ഇല്ലല്ലോ, പൈസ ഒന്നും വേണ്ടെന്ന്, ഇങ്ങനെ പോയാൽ മതി. നിങ്ങൾ നടക്കാൻ തീരുമാനിച്ചാൽ മതി. ഞാൻ അന്ന് പറഞ്ഞില്ലേ മഴയുടെ കഥ പറഞ്ഞു, സ്വാമി പറഞ്ഞു. അതായത് ഒരു നാട്ടിൽ മുഴുവൻ ഇതായിരുന്നു, വെള്ളമില്ലാതെ, എന്താണ് പിന്നെ നൃത്തം ചെയ്താൽ അത് തന്നെ. അപ്പോൾ ആ സ്വാമിയ നാട്ടിൽ കംപ്ലീറ്റ് വെള്ളമില്ല, മഴയില്ല, വരൾച്ചയായി, കംപ്ലീറ്റ് വരൾച്ചയായപ്പോൾ ആ നാട്ടിൽ ഒരു രക്ഷയില്ല. അവിടെ പറന്നു വരുന്നൊരു പക്ഷി പോലും പറന്നു വരാത്ത അവസ്ഥ, ഒരു തുള്ളി വെള്ളമില്ലാതെ. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഒരു സാമ്യ ഗ്രാമത്തിലേക്ക് വന്നിട്ട് ആ സാമ്യ ഗ്രാമത്തിൻ്റെ നടുക്കത്തെ ജംഗ്ഷനിൽ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. ആ ഡാൻസ് കളിച്ച് കുറേ മണിക്കൂർ ഡാൻസ് കളിച്ചപ്പോൾ അവിടെ മഴ പെയ്തു. അങ്ങനെ ആ ഗ്രാമം വീണ്ടും പൂത്ത് തളർത്ത് എല്ലാം സന്തോഷമായി. അങ്ങനെ ഇന്നപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാർ പറഞ്ഞേ, ഈ ഡാൻസ് കളിച്ചാൽ മഴ പെയ്യുമായിരുന്നെങ്കിൽ ഞങ്ങൾ കളിച്ച് നേരത്തെ മഴ പെയ്യിച്ചേനെന്ന് പറഞ്ഞു. പക്ഷേ മുതിർന്ന കുറേ ആൾക്കാർ സ്വാമിയെ പക്ഷെ അവിടെ നിന്ന് വിട്ടില്ല. സ്വാമി ഇവിടെ തന്നെ താമസിക്കണം, സ്വാമി ഇവിടെ ഞങ്ങൾക്ക് ഇത്രയും നല്ല സൗകര്യം, ഇത്രയും സന്തോഷമായതല്ലേ ഉണ്ട്. അങ്ങനെ അവർ നിർബന്ധിച്ച് സ്വാമി അവിടെ താമസിപ്പിച്ച് കുറേ വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേപോലെ അവിടെ വീണ്ടും വരൾച്ചയുണ്ടായി. അങ്ങനെ വരൾച്ചയുണ്ടായപ്പോൾ ഈ ചെറുപ്പക്കാർ പറഞ്ഞും പറഞ്ഞ് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ പോകുന്നു പറഞ്ഞു. അപ്പോൾ സ്വാമി പറഞ്ഞു ഞാനും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്വാമിയും പിള്ളേരും കൂടി അതേ ജംഗ്ഷനിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിള്ളേർ ഒരു ദിവസം മുഴുവൻ കളിച്ച് കഴിഞ്ഞാൽ പിള്ളേരെല്ലാം ചെറുപ്പക്കാരെല്ലാം മടുത്തിരുന്ന്. സ്വാമി പിന്നെയും കളിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഒരു 10-10.5 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ പിള്ളേർ സ്വാമിയുടെ അടുത്ത് നിന്നിട്ട് മാപ്പ് പറഞ്ഞു, സ്വാമി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, സ്വാമി കളിച്ചാലേ മഴ പെയ്യുള്ളൂ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ സ്വാമി പറഞ്ഞൊരു ഉത്തരവുണ്ട്, ഞാൻ കളിച്ചുകൊണ്ടല്ല, നിങ്ങൾ ഡാൻസ് കളിച്ചത് മടുക്കുവോളമാണ്, ഞാൻ ഡാൻസ് കളിച്ചത് മഴ പെയ്യുവോളമാണ്. അതാണ് എൻ്റെ വ്യത്യാസം. അത് മാത്രമേ എനിക്ക് പരാജയപ്പെട്ടവർ പറയാനുള്ളൂ. നിങ്ങൾ മഴ പെയ്യുവോളം ജയിക്കുന്നത് വരെ ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫൈറ്റ് ചെയ്തിരിക്കും, നിങ്ങൾ ജയിച്ചിരിക്കും, മഴ പെയ്തിരിക്കും, ഒരു സംശയം വേണ്ട. അതിനെല്ലാ സാഹചര്യമുള്ളൊരു നാടാണ്, ഗംഭീര മാർക്കറ്റാണ്. ഇതിനെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ എനിക്ക് വ്യൂസിനോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. മാത്യു സാറിൻ്റെ വാക്കുകൾ കടമെടുക്കുവാണെങ്കിൽ വിട്ടുകൊടുക്കരുത്, വാശിയോടുകൂടെ പോരാടാനുള്ളതാണ് ലൈഫ്. ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കയറി പോയിട്ടുള്ള ഒരു വലിയ മഹത്തായിട്ടുള്ളൊരു ബിസിനസ്സുകാരൻ. എനിക്ക് തോന്നുന്നു ആദ്യകാലങ്ങളിലൊക്കെ പറയുന്ന കഥകൾ കണ്ടു കഴിഞ്ഞാൽ തോറ്റ കഥകളാണ് പറയുന്നത്. പിന്നീട് അവിടെ നിന്ന് വലിയൊരു തോട്ടിലേക്ക് വരുന്നു, ഒരു ടീമിനെ സെറ്റ് ചെയ്യുന്നു, നമുക്കറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അറിയുന്ന ആളുകളെ കൂടെ ചേർത്ത് പിടിക്കുന്നു. ആ ആളുകളുടെ നോളജിനെയും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവർക്കും അതിൽ ഇൻവോൾവ്മെൻറ്റ് കൊടുത്തുകൊണ്ട് അവർക്കും അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് കമ്പനിയെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാതെ കമ്പനിയുടെ എക്സ്പാൻഷൻസിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഗംഭീര മൂവ്മെൻറ്റ്. എല്ലാവിധ ആശംസകളും സർ, വലിയ വിജയങ്ങൾ നേരുന്നു. ഇതൊന്നുമല്ല, ഇതിനേക്കാൾ വലിയ കഥകൾ കേൾക്കാൻ പറ്റട്ടെ. അന്നും ഞാൻ ഇതുപോലെ ഇൻ്റർവ്യൂവിന് വരുമെന്ന് പ്രതീക്ഷയോടുകൂടി. താങ്ക് യു വെരി മച്ച്.